നമ്മുടെ അജ്രക് പ്രിന്റ് ആണ്. അതേല് ഗ്ലാസ് വർക്ക് സെറ്റ് ചെയ്തിരിക്കുക. 200 റുപ്പീസ്. ഇതിനാ ഇത് 490. 490 ഓൺലി 890 കുർത്തി. ഇതിനൊക്കെ ഏകദേശം റേറ്റ് ഇതെല്ലാം 990. ലെവൻഡർ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ വാവ് സൂപ്പർ. ഇതിന്റെ റേറ്റ് വെറും 990. പാർട്ടി വെയർ സിൽക്കിന്റെ ആണ്. ഇത് കോട്ടൺ ആണ്. ഇതിന്റെ റേറ്റ് 990. ഇത് മാൻസി കട്ടില് വരുന്നത് കേട്ടോ. സോഫ്റ്റ് മെറ്റീരിയൽ ഒക്കെ റീറ്റെയിൽ ആയിട്ട് കിട്ടൂട്ടോ. 190 ചെരുപ്പിനാ. സെറ്റിന് 399 ആവുള്ളൂ. സെറ്റിന് 190 ചെരുപ്പ്. ഇതും 200. ഇതിന് റേറ്റ് 790. വേറെ കളക്ഷനും കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും ഒരേപോലത്തെ ആയിരിക്കില്ല. ഇപ്പൊ ടൂണിക് സ്റ്റൈലിലുള്ള കുറെ only 790. 990. ഇതും 990. ഇവിടുന്ന് ഡ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ എന്റെ കമ്മലടക്കം കൊടുത്ത് വിടാറുണ്ട്. ഇത് 1250. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നൈറ്റ് ഫ്രോക്ക്. ഇനി ഇത് 2 പീസ് ആയിട്ട് മതിയെന്നാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊടുക്കും. കോട്ടൺ വിത്ത് ലൈനിങ് 200. സ്മോള് മുതൽ 7XL വരെ ഇവിടെ ഉണ്ട് കേട്ടോ. കസ്റ്റമർ ക്ലോത്ത് തരുവാണെങ്കിൽ നമ്മൾ അതിൽ എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വയനാട്. നമ്മൾ എപ്പോഴും ഫാമിലി ആയിട്ട് വരുന്ന ഒരു ട്രിപ്പ് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതും റീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. പേര് വരുന്നത് മിത്ര ഡിസൈനർ ബുട്ടീക്ക്. അപ്പോൾ ഇവർക്ക് 2 ഷോപ്പ് ഉണ്ട്. ഒരെണ്ണം ഈ ഒരു ഷോപ്പും പിന്നെ ഒരെണ്ണം തൊട്ടപ്പുറത്തുള്ള ഷോപ്പ്. തൊട്ടപ്പുറത്ത് എന്ന് പറയുമ്പോൾ നൈറ്റീസ്, അതുപോലെ തന്നെ നമുക്ക് ഓഫറിന് ഇട്ടിട്ടുള്ള കുറച്ച് കുർത്തീസ് സംഭവങ്ങളൊക്കെ. ഇവിടേക്ക് ആണെങ്കിൽ ഡിസൈനർ പീസസ്, അതും ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. കുർത്തീസ് വേണോ, 2 പീസ് വേണോ, 3 പീസ് വേണോ, ബോട്ടം വെയർ, ഷോൾ, ഓൾട്രേഷൻ, ഹാൻഡ് വർക്ക് ചെയ്യുന്ന അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് മിത്രയിൽ വന്നാൽ കിട്ടൂട്ടോ. ഇനി ലൊക്കേഷൻ അറിയണ്ടേ? നമ്മൾ നിൽക്കുന്നത് വയനാട്ടിൽ മാനന്തവാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തൊട്ടോ ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്നത് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിത്ര ഡിസൈനർ ബുട്ടീക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ. അപ്പോൾ ഫുൾ ടൈം ഇവിടെ ഓണാണ്. ലേഡീസ് ആണെങ്കിൽ എല്ലാ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കയറി നോക്കിയാൽ എന്താണ് വെറൈറ്റീസ്. ഇഷ്ടം പോലെ ബുട്ടിക് ഐറ്റംസ് ഉണ്ട്. പുറത്തൊക്കെ നല്ല ഡിസ്പ്ലേയിൽ നല്ല നല്ല വെറൈറ്റീസ് ആയിരിക്കണത്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കുർത്തീസ് ഇവിടെയുണ്ടല്ലോ. നല്ല ഫ്രോക്ക് മോഡലായിട്ടുള്ളത്. ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഒക്കെ റീറ്റെയിൽ ആയിട്ട് കിട്ടൂട്ടോ. അപ്പം നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഷോപ്പാണ്. A to Z എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. ഹലോ, എന്താണ് വിശേഷം? സുഖാണോ? സുഖം. ഞാനും കെട്ടിപ്പിടിക്കട്ടെ. എൻ്റെ കാര്യം മൈക്കിൾ കാരണം കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ഇത്രേനെ നമ്മൾ പരിചയപ്പെട്ടത് എവിടെ വെച്ചിട്ടായിരുന്നു? നമ്മൾ എറണാകുളം വെച്ചിട്ട് കുറെ ആൾക്കാരെ കാണുന്നതുകൊണ്ട് മിസ്സായി പോയി. പക്ഷെ എറണാകുളത്ത് വെച്ച് ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട്. ഹായ് ബൈ എന്ന് പറയാറില്ല. ഇന്നാണ് നമുക്ക് ആ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പൊ ഈ സ്മാർട്ട്നെസ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടപ്പം അതിലും സുന്ദരിയായിട്ട് ഫീൽ ചെയ്തു. അയ്യോ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ A to Z ലേഡീസിന്റെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. അടിപൊളി ഒരു ഷോപ്പ് ഓർഗനൈസ് ചെയ്ത് വെച്ചത് നല്ല സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഇനി എന്താണ് ഇവിടെ വെറൈറ്റീസ്? നമ്മളുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 200 മുതലുള്ള കുർത്തീസ് ഉണ്ട്. റീറ്റെയിൽ ആണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തരം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നതാണ്. അല്ലാതെ ഇതൊരു ബിസിനസ് മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാ ലേഡീസും വളരെ ഹാപ്പി ആയിട്ട് ഡ്രസ്സ് ചെയ്ത് സ്മാർട്ട് ആയിട്ട് പോകണം. അതെനിക്ക് നിർബന്ധമാണ്. അല്ലാതെ കുറച്ച് കാറ്റഗറി മാത്രം വെച്ചിട്ട് ഒരു ബിസിനസ്സിനെ അല്ല ഉദ്ദേശിച്ചത്. ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. പാഷൻ. എല്ലാവരും സുന്ദരികളായി ഇറക്കി വിടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സുന്ദരികളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കളക്ഷൻസ് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഈ കളക്ഷൻസ് എവിടെ നിന്ന് തുടങ്ങാം? ഇപ്പുറത്തും കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ തുടങ്ങാം. കുർത്തീസും തുടങ്ങാം. കുർത്തി സെറ്റ്, ഫ്രോക്ക് സെറ്റ്, 2 പീസ് എല്ലാം നമുക്ക് എന്നാ 3 പീസ് 2 പീസ് അവിടെ നിന്ന് തുടങ്ങിയാലേ. ഈ സൈഡ് അതല്ലേ? ഈ സൈഡ് അതാണ് വരുന്നത്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് ഉള്ളിലേക്ക് കയറി നിന്ന് കാണിക്കോ? ഉള്ളിലേക്ക് കയറി കാണിക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ വരുന്നത് ഫുൾ നമുക്ക് സെറ്റ് സാധനങ്ങൾ, 3 പീസ്, പാർട്ടി വെയർ 3 പീസ്, ഫ്രോക്ക് സെറ്റ്, 2 പീസ് എല്ലാ ഐറ്റംസ്. ഓക്കെ, നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഒന്ന് എടുത്ത് കാണിച്ചു തന്നെ. ഓക്കെ, ഇത് 3 പീസ് ആണ്. ഓക്കെ, ഇത് സെയിം ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ. ഇത് പാർട്ടി വെയർ സിൽക്കിന്റെ ആണ്. ഇത് കോട്ടൺ ആണ്. ഓക്കെ, രണ്ടും മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഒരു മോഡലിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടല്ലേ? ഓക്കെ, അപ്പൊ ഇത് 3 പീസ്. ഇത് 3 പീസ് അല്ലേ? അത് 3 പീസ് വിത്ത് ഷാള്, കോട്ടൺ ഷാള്. കുറെ പേര് ഇപ്പൊ കോട്ടൺ സെറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. നമുക്ക് മോഡലിന്റെ ലുക്ക് കോട്ടണിൽ വേണം, കോട്ടണിലേക്ക് ആക്കിയതാണ്. ഓക്കെ, ഇതൊക്കെ ജയ്പൂരി ആയിട്ടാണ്. ഇത് കേട്ടോ കോട്ടണിലാണ് പാച്ച് വർക്കോട് കൂടിയിട്ട് വരുന്നതാണ്. പക്ക കോട്ടൺ 3 പീസിന്റെ ഒരു കളക്ഷൻ. എനിക്ക് റേറ്റ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. റീറ്റെയിൽ അല്ലേ? ഇത് 1700. 1700. അപ്പൊ ശരിക്കുള്ള നമുക്ക് 2 പീസിന്റെ റേറ്റ് ഒക്കെ എത്ര വരും? നമുക്ക് 2 പീസ് 790 തൊട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ സിംഗിൾ പീസ് ആണെങ്കിലോ? സിംഗിൾ പീസ് 200 മുതൽ. അപ്പൊ അതൊക്കെ കാണണം നമുക്ക്. ഇതൊക്കെ ഒരു പ്രീമിയം കളക്ഷനാണ് വരുന്നത്. ഇത് നമ്മൾക്ക് സ്മോള് മുതൽ 7XL വരെ ഇവിടെ ഉണ്ട് കേട്ടോ.
7XL വരെ നമുക്ക് അടുത്തടുത്ത ജില്ലകളിൽ നിന്ന് വരെ 7XL ലേഡീസ് വന്ന് ഇവിടുന്ന് എല്ലാ ഐറ്റവും എടുത്തു പോരാ. അവരെ ഹസ്ബൻഡുമാര് വരുന്നത് വീട്ടിൽ സമാധാനമായി എന്നോട് പറയുന്നത്. കാരണം അവർക്ക് കിട്ടാനില്ല. പെട്ടെന്നൊരു സ്ഥലത്ത് പോകാൻ നേരത്ത് ഡ്രസ് ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇവര് ഇറങ്ങുന്നില്ല. 7XL പുറത്ത് ഫംഗ്ഷന് പോകാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ 7XL സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇട്ടിരിക്കുന്നതാണെങ്കിൽ സിൽക്ക് മെറ്റീരിയലാണ്. ഇതും സെയിം ആ ഒരു അതായത് ധൈര്യമായിട്ട് തടി വെച്ചോളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ധൈര്യമായിട്ട് ഇരുന്ന് കഴിച്ചോ തടി വെച്ചോ ഹസ്ബൻഡ് പറഞ്ഞാലും നമുക്ക് ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് 3 പീസ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇനി 3 പീസിൽ തന്നെ ഒരു വെറൈറ്റി എംബ്രോയിഡറി ആയിട്ട്. ഇത് ഫുൾ എംബ്രോയിഡറി ആണ് നമുക്ക് യോക്കിന്റെ പോർഷനിൽ വരുന്നത്. അതേ സെയിം വർക്ക് കുറച്ച് കൂടുതൽ വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് സ്ലീവിന്റെ ഒരു പോർഷനിൽ. കാന്ത വർക്കാണ് ഇത് ഫുൾ വന്നിരിക്കുന്നത് വിത്ത് പാന്റ്. അതുപോലെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഒരു ഗ്രീനും 2 ടൈപ്പ് ഗ്രീൻ ആയിട്ട്, യെല്ലോയും ഗ്രീനും അതിൽ മിക്സിങ്. ഇനി ഇത് 2 പീസ് ആയിട്ട് മതി എന്നാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊടുക്കും. 3 പീസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ വെച്ചേക്കണാണ്. ഓക്കെ, അപ്പൊ ഇത് കോൺട്രാസ്റ്റ് ആണെങ്കിൽ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, നമ്മുടെ ദുപ്പട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ റേറ്റ് അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നതായിരിക്കും. ഏകദേശം ഒരു റേറ്റ് ഇതിപ്പോ 1900 ആണ് 3 പീസ്. 2 പീസ് ആകുമ്പോൾ 1500. അപ്പൊ ദുപ്പട്ട എന്താ മാറ്റി. അപ്പൊ 1500 നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ ഇത് മേടിക്കണമെങ്കിൽ എങ്ങോട്ട് വരണം? മാനന്തവാടി, വയനാട് ജില്ലയിൽ മാനന്തവാടിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ്. ബസ് ഇറങ്ങുന്നവർക്ക് ബസ് ഇറങ്ങിയാൽ ജസ്റ്റ് ഒരു വോക്ക് മതി. അല്ലെങ്കിൽ മുന്നിൽ വണ്ടിയിൽ കയറിയാണ് LF സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ. വയനാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, തീർച്ചയായിട്ടും അതിനെ ഒന്നും കൂടി ബ്യൂട്ടി ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാ ഐറ്റംസ് വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു. തീർച്ചയായിട്ടും ഏതായാലും വന്നതല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിച്ചിട്ട് ഒന്ന് പോണോളൂ. എന്തായാലും വെറൈറ്റീസ് നിങ്ങളും കണ്ടിട്ട് ഇത് വെള്ളത്തിൽ ചാടിയിട്ട് തന്നെ പോവാം. ഓ പൊളി. ഡ്രസ്സിന് ഒരു ക്ഷമല്ല. എനിക്ക് ആകെ ഒരു ഡ്രസ്സ്, എത്ര ഡ്രസ് വേണമെങ്കിലും ഇവിടെ കേട്ടോ. ഇനി ഈ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് പാർട്ടി വെയറിൽ വിത്ത് മിററിന്റെ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ. ഇതിന്റെ ഒക്കെ റേറ്റ് ഇത് 1600 ആ ഒരു റേഞ്ച് കേട്ടോ. റേറ്റ് കുറവിന്റെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ 3 പീസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു റേഞ്ചിന്റെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന യെല്ലോ മഞ്ഞ കല്യാണത്തിന്, എല്ലാരും മഞ്ഞ കല്യാണത്തിന് പൊക്കോളുക. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 1 സൈഡ് ഫുൾ ഓവറോൾ. ഇത് ഈ സൈഡ് ഇടുന്നതായിരിക്കും ഭംഗി. അതെ, നല്ല ഈ ഒരു വർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതും 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. സിൽക്കി മെറ്റീരിയൽ ആണ്. പാന്റിന്റെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. 1 സൈഡ് ഇങ്ങനെ പട്ട, പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക്, 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റീറ്റെയിൽ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ വരിക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക. വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് തീർച്ചയായിട്ടും. വീഡിയോ കോൾ ചെയ്തിട്ട് കളക്ഷൻസ് ആവശ്യപ്പെടാം. അതുപോലെ നമ്മുടെ സ്ഥലത്തേക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. 2 പീസ് കോട്ടണിലുള്ള 2 പീസ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതെ, ലൈറ്റ് വെയിറ്റ് കോട്ടൺ ഒക്കെ പറയില്ലേ, ജയ്പൂരി സ്റ്റൈൽ. അതിൽ സാങ്കനേറിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 990 ആണ് റേറ്റ്. 2 പീസിനാ 990. പക്ക കോട്ടനാ പറയണത് കേട്ടോ. കോട്ടൺ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. ഇതിന്റെ പാന്റ് വരുന്നത് എലിഫന്റ് പാന്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇതാണ് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. ഇതിന്റെ റേറ്റ് വെറും 990 അത്രേ ഉള്ളൂ. ഇതിലൊക്കെ കളേഴ്സ് ചോദിച്ചാൽ എങ്ങനെയാ? എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് അടുത്തത് XL ആണ് കേട്ടോ. XL സൈസസ് ഉണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ സൈസസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് 2 പീസ് 990. ഇതും 990. only 990 ആണ്. only 990 2 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ലൈനിങ് ആണ്. അതെ, ഇതിൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഫോയിൽ പ്രിന്റും വന്നിട്ടുണ്ട്. ഓവറോൾ ലുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ. അതും കൂടി എടുത്ത് പറയട്ടെ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് പക്ക സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. ഇതിപ്പോ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പ്ലെയിനില് കോട്ടൺ പാച്ച് വർക്കും പീസ് വർക്കൊക്കെ. ഇത് കോട്ടണിലാണ് പാച്ച് വർക്ക്, മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെയൊക്കെ റേറ്റ് പറയാലോ? പറയാം. ഇത് 1250 അത്രേ ഉള്ളൂ. അടിപൊളി കോട്ടന്റെ മെറ്റീരിയൽ. അതും ആ ഒരു മിറർ വർക്ക്, ബീഡ് വർക്ക്, അതുപോലെ കാന്ത വർക്ക് ഒക്കെ ഒറിജിനലായി ചെയ്തിരിക്കുന്നത്. വയനാട്ടുകാര് ചുരം ഇറങ്ങുന്നതോടുകൂടി ഡിസ്റ്റർബ്ഡ് ആവും, ചൂടാണല്ലോ. അപ്പൊ യാത്ര പോകുമ്പോ എല്ലാവരും ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന ഇത്തരം സോഫ്റ്റ് കോട്ടൺ ആണ്. കോട്ടൺ മെറ്റീരിയൽ ആണ് കൂടുതൽ. കൂടുതൽ കളക്ഷൻസ് വെച്ചിരിക്കുക കോട്ടന്റെ ആണ് കൂടുതൽ. എന്നാൽ കോട്ടൺ മാത്രമല്ല, ഇവിടെ പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ട്. അത് അപ്പുറത്തെ സൈഡാണ്. നമുക്ക് അത് എന്തായാലും കാണാം. വെസ്റ്റേൺ വെയറും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പറ്റിയിട്ടുള്ള കളക്ഷൻ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് എല്ലാരും കോട്ട് സെറ്റ് സ്ലീവ്ലെസ്സിലേക്ക് പോയി. ഇത് കോട്ട് സെറ്റ് അല്ലേ? പക്ക ബ്ലാക്കില് കോട്ട് സെറ്റ്. ഫ്രണ്ട് മൊത്തം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് ബട്ടൺ ഷോ പർപ്പസിനാണ്. സ്ലീവ്ലെസ് ആണ് ഇത് വരുന്നത്. ബാക്കിൽ നമുക്ക്
ഇങ്ങനെ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടാനുള്ളത്. പിന്നെ ഇത് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഇതിന്റെ റേറ്റ് 990. ആ തെറ്റിയില്ല, എല്ലാതും 990. ആ ഒരു ആദ്യം റേഞ്ച് എന്നൊന്നും പറയാനില്ല കേട്ടോ. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇതും കോട്ടണിൽ തന്നെ നമുക്ക് കാന്ത വർക്ക്. ഇതൊക്കെ ഇട്ടങ്ങ് പോയൊരു വലിയ ഇതേപോലത്തെ ഒരു ഹാങ്ങിങ് കമ്മലും ഇട്ടാ പൊളിച്ചു. പിന്നെ ഒരു സ്ഥലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ലാന്ന്. പിന്നെ മാറ്റി എടുക്കാനായിട്ട് ഇത്രയ്ക്കുള്ള റേറ്റ് വരുന്നുള്ളൂ. ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ്, മസ്റ്റേർഡ് ഷെയ്ഡിലോട്ടോ. ഇത് ലിഫിൻ പാന്റ് ആണ് വരുന്നത്, പലാസോ ടൈപ്പ്. ഇതാണ് ഇതിന്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞത്. ഇത് നമ്മൾ പ്ലെയിന് നമ്മുടെ അജ്രക് പ്രിന്റ് ആണ്, അതേല് ഗ്ലാസ് വർക്ക് സെറ്റ് ചെയ്തിരിക്കുക. അതായത് അജ്രക് കോട്ടന്റെ പീസുകൾ അറ്റാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് ഒരു 1 വീക്കിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ 1 വീക്ക് 1100. 1100. ഈ 1 വീക്കിന്റെ ഉള്ളിൽ അവൈലബിൾ ആണെന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിലാണ് സംഭവം. ഓൺ യൂണിറ്റിൽ ചെയ്യുന്ന അതാണ് 1 വീക്ക് ആകുമ്പോഴേക്കും വരുന്ന അത്രയും ഉറപ്പോട് കൂടി പറയണ സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇത് ഹാൻഡ് വർക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെ. ഇനി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് കസ്റ്റമർ ക്ലോത്ത് തരുവാണെങ്കിൽ നമ്മൾ അതിൽ എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നത്. അതും ചെയ്യുന്നുണ്ടോ? അതെ. ഓക്കെ, അപ്പൊ അങ്ങനെയും ചെയ്ത് കൊടുക്കണ്ട. ഇനി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓൾട്ടർ കാര്യങ്ങൾ ഇനി അതിനുള്ള സൊല്യൂഷൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 ഷോപ്പാണ്. ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിസൈനർ ബുട്ടിക് ഐറ്റംസ് അങ്ങനത്തെ, പിന്നെ നൈറ്റി മാത്രം അമ്മമാർ ഡെയിലി വെയർ സെക്ഷൻസ്, കുർത്തീസ് അതൊക്കെ അപ്പുറത്തെ സൈഡാണ് വരുന്നത്. ഇതിപ്പം ഫ്രോക്ക് സെറ്റ്, ഫ്രോക്കിൽ 2 പീസ്, ഫ്രോക്കിൽ അനാർക്കലി സ്റ്റൈലില് സ്മോക്ക് വർക്ക് ആണ് ഇവിടെ യോക്കിൽ വന്നിരിക്കുന്നത്. വർക്ക് ഇത് പക്കാ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. സിക്സാക് മോഡലിലാണ് പാൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇനി റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി അല്ലേ. ഏകദേശം റേറ്റ് നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സെയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസസും ഉണ്ട്. ഇത് നോക്കിയേ, പാച്ച് വർക്ക്. ഇപ്പൊ പ്ലെയിനിൽ പാച്ച് വർക്ക് കൂടുതലും നമ്മൾ ഇന്നലെ ചെയ്ത് വന്നിട്ടുള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ. ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്, എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കുറേ കളേഴ്സ് ഉണ്ട്. അച്ഛാ ഇത് നല്ലൊരു ഷെയ്ഡാണ്. അതിൽ യോക്കിൽ ഇങ്ങനെ വർക്ക്, അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് എ ലൈൻ സ്റ്റൈലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ്, ഡസ്കി ഷെയ്ഡ് കളേഴ്സ്. അപ്പൊ കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഏകദേശം ഒരു 4-5 ഷെയ്ഡ് എന്തായാലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ ഇതെല്ലാം പാർട്ടി വെയറിൽ 2 പീസ്, 3 പീസ്, 3 പീസ് ഹാൻഡ് വർക്ക് ചെയ്തത്, ലൈനിങ്. ഇതുണ്ടോ, ഇതൊക്കെ നമ്മളൊരു സ്പെഷ്യൽ കോട്ടണില് വീനെക്ക്, കോളർ വി വീനെക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്താണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത്. ഈ വീനെക്ക് ഇട്ടുകണ കണ്ടോ, ഇത് ഈ വർക്കും അടിപൊളിയായിട്ടുണ്ട്. ഇത് എന്റെ കൂടെ ദുപ്പട്ടുണ്ട്. ഞാൻ എവിടെയോ ദുപ്പട്ടുണ്ട്, പക്ഷെ ദുപ്പട്ട ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു നമുക്കൊന്നും മൂടില്ല. അപ്പൊ അതിനൊന്ന് മാറ്റി പിടിച്ചതാണ്. ഇതിന്റെ ശരിക്കുള്ള ലുക്ക് കാണണം, അതായിരിക്കും. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. ഉടുത്ത് വരുമ്പോ ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പൊ ഒന്നുകൂടി സ്ലിം ആവണമെങ്കിൽ ഒന്നുകൂടി ഭംഗി കൂടുന്നത്. തടി കുറച്ചോ? കുറച്ചിരിക്കില്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ എത്ര കിലോ കുറയ്ക്കും? അയ്യോ, ഒരു 10 മതിയോ? അയ്യോ, അത് ഇത്തിരി കൂടി പോകൂലേ? ഓക്കെ, അത് കൂടാതിരുന്നാ മതി. കൂടാതിരുന്നാ മതി. കുറയ്ക്കല ചെയ്യാം, 10 കൂടും. അതെന്താണെന്നറിയോ? കൂടിയാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല. 7XL സൈസ് വരെ ഇവിടെ ഉണ്ട്. നിലവിൽ 7. ഇനി ഒരു 8XL എൻക്വയറി ഇവിടെ വന്ന അന്ന് മുതൽ ഇവിടെ 8XL അത് ഇവിടെ വെച്ച് തുടങ്ങും. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കളക്ഷൻ നോക്കിയേ, കോട്ടന്റെ വീനെക്കിൽ വരുന്ന കളക്ഷൻ. അതിൽ 3 പീസിന്റെ പക്ക മൽമൽ കോട്ടന്റെ ഒരു ദുപ്പട്ടയാണ്. ഫുള്ള് ലെങ്തോട് കൂടിയിട്ടാണ് കേട്ടോ. ഇത് മടങ്ങിയിരിക്കുകയാണ്. അത് പിടിച്ച ലെങ്ത് കാണിക്കാൻ കണ്ടോ, പക്ക ലെങ്ത്. അത് ഫ്രഷ് ആണ്, അതുകൊണ്ടാണ് നമ്മളത് പൊട്ടിക്കാണ്ട് വെച്ചത്. ഇത് ഇന്നലെ കേറിയിട്ടുള്ളൂ റാക്കില്. അപ്പൊ ഓൺ പ്രൊഡക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. മൽമലിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള മെറ്റീരിയൽ കേട്ടോ. അപ്പൊ ഈ ഒരു കളക്ഷൻ കഴിഞ്ഞു. പിന്നെ ചിലർക്ക് 2 പീസിൽ ഇങ്ങനെ ഒരു മിനി പാർട്ടിക്ക് പോകണം, ഒത്തിരി റേറ്റ് വേണ്ട എന്നൊക്കെ പറയുന്ന ടീമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കോട്ടൺ സിൽക്കിൽ 2 പീസ് ചെയ്തിരിക്കുന്നത്, കോട്ടണിലല്ലാതെ കോട്ടൺ സിൽക്ക്. അപ്പൊ ഇതിനൊക്കെ ഏകദേശം റേറ്റ് ഇതെല്ലാം 990 ആ ഒരു റേഞ്ച് ഉള്ളൂ കേട്ടോ. 990 വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് മേടിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ഡോർ ടു ഡോർ സ്റ്റെപ്പ്. പിന്നെ ഇതെന്തല്ലോ നല്ല വെറൈറ്റി. അത് പാർട്ടി വെയർ. ഇത് എ ലൈനിൽ സെറ്റ്. ഓക്കെ, ഫ്രോക്കും അല്ല, എ ലൈനിൽ വളരെ എന്താ പറയുക, ഈ കോമ്പിനേഷൻ കണ്ടോ എന്തൊരു രസമാണെന്ന് അറിയാം. ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എൻക്വയറി നടത്തുന്ന ഒരു കളർ. ഇത് എ ലൈനിൽ തന്നെയല്ല, ഇതിന്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ തുണി ഭയങ്കര സിൽക്ക്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാ. ദുപ്പട്ട വെച്ചാൽ അതിനേക്കാളും സിൽക്കി മെറ്റീരിയൽ ആണ് വരുന്നത്. ഒരു പാർട്ടി വെയറിന്റെ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കളക്ഷൻസ് ആണ്
റീറ്റെയിലാണ്. എനിക്ക് ഇത് ഇഷ്ടമായിട്ടോ. ഞാൻ അവിടുന്ന് എടുക്കുമ്പോ ഇവിടുന്ന് ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് പക്ക കോട്ടൺ. അത് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലർക്ക് ഇത് മാത്രം ഫംഗ്ഷനൊക്കെ ഇതുപോലെ യൂസ് ചെയ്യണവരുണ്ട്. ഇത് സിമ്പിൾ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല. കാരണം നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. യോക്ക് പോർഷനിൽ നല്ലൊരു ഹെവി വർക്ക് വിത്ത് പാന്റിന്റെ അടിയിൽ ലേസ് വർക്ക്. അതുപോലെ തന്നെ ദുപ്പട്ട തുറന്ന് കാണിച്ചില്ലെങ്കിൽ മിസ്സായി പോകും. എന്താ കാരണം എന്നറിയോ? ഇത് നല്ലൊരു സോഫ്റ്റ് മൽമൽ കോട്ടന്റെ ദുപ്പട്ട വിത്ത് ഫുൾ പ്രിന്റ് ആണ് കേട്ടോ. എന്ത് രസമല്ല. കളർ കോമ്പിനേഷൻ സൂപ്പർ അല്ലേ? കളർ അടിപൊളിയായിട്ടുണ്ട്. സട്ടൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടണിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ആഗ്രഹിക്കുന്നവർ. ഇത് ഇതേപോലെ നമുക്കൊരു ഏലൈനില് കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് കോളർ നെക്കാണ്. പക്ഷെ ഇതിന്റെ വർക്ക് എവിടെയാണെന്നറിയോ? ആ ഒരു ബട്ടൺ കണ്ടു. ബട്ടണിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും വർക്ക് കൂടുതലാണ് ഇതിന്റെ സ്ലീവിന്റെ പോർഷനിൽ. ക്രോഷ്യറെ ലേസ് വർക്കും മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് വിത്ത് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇതിന്റെയൊക്കെ റേറ്റ് ഏകദേശം ഞങ്ങൾക്ക് നോക്കാണ്ട് 1300. നോക്കാണ്ട് അറിയാൻ പറ്റില്ല. അത് 1300 2 പീസിന്റെ കോട്ട് സെറ്റ് കേട്ടോ. ഇത് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി ഇത് ഒരു വെറൈറ്റി ആണ്. ഇതേപോലെ ഇങ്ങനത്തെ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഇങ്ങനത്തെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു വർക്ക്. നമുക്ക് എന്താ വെച്ചാൽ ഏതൊരു അവസരത്തിലും ഇത് യൂസ് ചെയ്യാം. അതെ, പാർട്ടി വെയർ ആയിട്ടും. ഇത് പിന്നെ ഒരു അനാർക്കലി സ്റ്റൈലിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതില് ദുപ്പട്ട. കുട്ടിയെ ഇങ്ങോട്ട് വന്നേ, ആരെങ്കിലും ഒരാള്. 3 കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ദുപ്പട്ട ഒന്ന് പിടിച്ച ഒന്ന് വിരിച്ച് എനിക്ക് ഇട്ടന്നേ. ഇതാണ് ഇതിന്റെ ഫുള്ള് ലുക്ക് വരുന്നത്. ദുപ്പട്ട കണ്ടോ, നല്ല അടിപൊളി. ഇത് നീളം വീതിയൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. മൽമൽ കോട്ടൻ്റെ. അതുപോലെ അനാർക്കലി സ്റ്റൈലാണ്. ഇതിൽ നല്ല ബേസ് വരുമ്പോൾ വൈറ്റ് ആണെങ്കിൽ അതിൽ ഗ്രീൻ, പിങ്ക്, മെറൂൺ അങ്ങനത്തെ ഷെയ്ഡുകൾ. വാവ്, സൂപ്പർ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് ഫുൾ അനാർക്കലി സ്റ്റൈൽ തന്നെ ഒരു വി നെക്ക് മോഡലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഓവറോൾ അടിപൊളി ഒരു ലുക്കാണ്. ഇതിൻ്റെ ദുപ്പട്ട വിത്ത് ശരിക്കും ഇങ്ങനെ പിടിക്കണം. ഞങ്ങൾ സ്ഥിരം കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കും. ഇടാൻ മടിയുള്ളവരുണ്ട്. അയ്യോ ഇടാൻ എനിക്ക് ഇന്ന് മടിയാണ്. അപ്പൊ ഇട്ട പോലെ ഒരാള് ഇവിടെ, ഒരാള് കയ്യേല് എന്നിട്ട് ഇവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിക്കാ, ഇങ്ങനെ അവർക്ക് ചെറിയ സമയത്തിനുള്ളിലേ ഒന്നൊരു ഐഡിയ കിട്ടുന്നല്ലേ. ആ ബാക്ക് ഒന്ന് പിടിച്ച മോളെ. അപ്പൊ ശരിക്കുള്ള ലുക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ ഞങ്ങള് കയ്യേല് വെപ്പിക്കും. അപ്പൊ ഇട്ട പോലെ ആ ഒരു ഫീലിംഗ് തോന്നി. ഇപ്പൊ ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് തരുമ്പോളേ. ഇനി അങ്ങനെ വേണ്ട, ഡ്രസ്സിംഗ് റൂം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാരും ബിസിയാണ്. അപ്പൊ ഈ വീട്ടിൽ പോയി തിരിച്ചൊന്ന് വരാൻ കഴിയുന്നതും ഇടവരുത്തരുതെന്ന് വിചാരിച്ച് ഞങ്ങള് ഒക്കെ സെറ്റാക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇത് ഒക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഭംഗിയില്. ഓ സൂപ്പർ. ഇത് ഫുൾ ഗൗൺ ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. നമ്മളിപ്പോ സൈഡ് ഓപ്പൺ 3 പീസ് സെറ്റും 2 പീസ് സെറ്റും ഫ്രോക്ക് 2 പീസ് സെറ്റും കാണിച്ചു. ഈ മോളിൽ ചുറ്റുകൂട്ടി ഇതെല്ലാം ഇവിടെ എവിടുന്ന് കടയിൽ നിന്ന് ഏത് ഷോപ്പിൽ നിന്ന് കുർത്തി എടുത്താലും ഇവിടെയാണ് ഷാളും പാന്റിനും വരിക. നമ്മൾ ഈ അടിഭാഗങ്ങളിൽ ഈ കൗണ്ടറിന്റെ ഇവിടെ എല്ലാം പാന്റുകളാണ്. പിന്നെ ഗോഡൌണും നിറയെ പാന്റും ഷാളുമാണ്. അപ്പം എങ്ങനെയും മാക്സിമം ഈ ലോകത്തിൽ എന്തൊക്കെ കളർ ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. ഇവിടെ മിത്ര ഡിസൈനർ ബുട്ടിക്, ഷാളും പാന്റും. വയനാട് കസ്റ്റമേഴ്സ് തന്നെ പറയാറുണ്ട് ധൈര്യമായിട്ട്. ഇപ്പൊ ഏതെങ്കിലും യാത്ര പോകുമ്പോ വയനാടിന് പുറത്തു പോകുമ്പോ ഒരു കുർത്തി കണ്ട എടുത്താൽ അത് ഇവിടെ പാന്റും ഷാളും കിട്ടൂലോ എന്നുള്ള ഒരു വിശ്വാസം എന്ന് ഉറപ്പുണ്ട്. നമുക്ക് ഒരു സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ് ആവാണ്ട് അങ്ങനെ പോവാന്ന് പറയുമ്പോ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് കിട്ടിയില്ല. കാരണം ഇവിടെ ഇപ്പൊ ഒരുപാട് കളേഴ്സ്, പുതിയത് ഡിജിറ്റൽ കളേഴ്സ് ഇറങ്ങുമല്ലേ. അപ്പൊ ഞാൻ അവരുടെ ആ കുർത്തിയായിട്ട് പീസ് എടുക്കാൻ പോകും പർച്ചേസിന് പോകുമ്പോ. എന്നാലും കൊടുക്കും. ഇതൊരു സർവീസിലാണ് ഞാന്. സർവീസ് തന്നെയല്ല, നേരത്തെ ഫസ്റ്റിലേ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു അവർക്ക് ഇട്ടു പോകുമ്പോൾ ഒരു സന്തോഷം, നമ്മുടെ ഒരു പാഷൻ. ഇനി അവർക്ക് ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇവിടുന്ന് ഡ്രസ് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ എന്റെ കമ്മലടക്കം കൊടുത്തു വിടാറുണ്ട് ഭംഗിയാക്കാൻ വേണ്ടി. അത് വിചാരിച്ച് സ്വർണ്ണവള ഊരി കൊടുക്കാതിരിക്കണ്ട. പിന്നെ ഇതൊക്കെ 3 പീസ് സെറ്റ് കേട്ടാ. അപ്പം ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് കളക്ഷൻ, അതും ലൈറ്റ് വെയിറ്റില് അനാർക്കലി സ്റ്റൈലില്. ഇപ്പോഴത്തെ ട്രെൻഡിയാണ്. എല്ലാവർക്കും കൂടുതൽ ഈ ഒരു നെക്കും ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ടൈപ്പാണ് എല്ലാവർക്കും കൂടുതൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്. അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇങ്ങനെ വണ്ണം കുറവ് തോന്നിക്കും ഇങ്ങനത്തെ ഒക്കെ പാറ്റേൺ യൂസ് ചെയ്യുമ്പോഴേ. ഇങ്ങനത്തെ അനാർക്കലി സ്റ്റൈലിലൊക്കെ ഉള്ള പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ മൽമൽ കോട്ടണില് ലൂസ് പാന്റ്. ഇതൊക്കെ എത്ര റേഞ്ച് ഏകദേശം?
ഇത് 1800. 800. ഇത് പക്ക പ്യുവർ കോട്ടൺ 60 കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ അനാർക്കലി. ഇതിന്റെ യെല്ലോ, ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ, വയലറ്റ്, പീച്ച് കളർ എല്ലാം ഉണ്ട്. ഇതെല്ലാം കളേഴ്സ് വെച്ചിട്ടുണ്ടെന്നല്ലേ? ഈ ഇരിക്കുന്നതൊക്കെ എന്താ ഇവിടെ ഈ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇതെല്ലാം വെസ്റ്റേൺ ഐറ്റംസ്. വെസ്റ്റേൺ ഐറ്റംസ്. ഇനിയിപ്പോ ഒരു ഫംഗ്ഷന് കുട്ടികൾക്ക് കുറച്ച് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ടുണ്ട്. ഡെയിലി കോളേജിൽ പോകണമെങ്കിൽ, പിന്നെ ഇപ്പൊ അല്ലാതെ വലിയവരും വെസ്റ്റേൺ ആണല്ലോ കൂടുതൽ. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശരിക്കും. ആ കുർത്തിയുടെ ലുക്ക് തന്നെ പാർട്ടി വെയർ. കാരണം പാരന്റ്സ് ഇപ്പൊ പാർട്ടി വെയർ ഇട്ട് പോകുമ്പോ അവരുടെ ഒരു പരാതി, ഒരു യങ്സ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ ചെറിയ ജീൻസും ക്രോപ്പ് ടോപ്പും ഫംഗ്ഷന് പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് അതില് ഇത് ഇങ്ങനെ സെറ്റ്. അപ്പൊ ടൂണിക് സ്റ്റൈലിലുള്ള കുറെ അതും മെറ്റീരിയൽ വൈസ് സെയിം. ആ ഒരു നമുക്ക് 3 പീസിന്റെ ഒക്കെ കാണിച്ചില്ലേ പാർട്ടി വെയർ, ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ മോഡലുണ്ട്. ലൈറ്റ് ഓഫ് എന്തൊരു സോഫ്റ്റ് മെറ്റീരിയൽസാ. പിന്നെ അതിൽ തന്നെ ഡെയിലി വെയർ കേട്ടോ. നമുക്ക് കുറച്ച് വലിയ ലേഡീസിനൊക്കെ ലെങ്ത് വേണം. കാന്ത പ്രിന്റ് കോട്ടണില് കേട്ടോ. അത് വേണമെന്ന് ഇപ്പൊ നിർബന്ധമാണ്. ഒരു അതേപോലെ ഇപ്പൊ എല്ലാരും ട്രിപ്പ് പോവാണ്. അതെ, വയനാടുകാരൊക്കെ വയനാടിന് പുറത്തോട്ടും, പുറത്തുള്ളവരെല്ലാം വയനാട്ടിലേക്കും ട്രിപ്പ്. വയനാട് കാണുന്ന ഒരു സ്ഥലമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു വില്ലേജിന്റെ ആ ഒരു പിന്നെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ. പിന്നെ നമ്മള് വിഷയം മാറി, നമ്മുടെ കുർത്തീനെ കുറിച്ച് പറയാം. ഈ ഒരു കുർത്തീന്റെ റേറ്റ് ഇത് 490. ലീവ സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം. ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രാൻഡല്ല, ലീവ സർട്ടിഫൈ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ അർത്ഥം. ഇത് 390. വീനക്കിൽ നമ്മൾ ഷോർട്ട് വെച്ചതാണ്. 390, only 390. അപ്പൊ എനിക്ക് ഇതിന്റെ ഒന്ന് റേറ്റ് അറിയണമെന്നുണ്ടായിരുന്നു. അത് 800. ഇത് 800. കുഴപ്പമില്ല, ഇത് ക്വാളിറ്റി സൂപ്പറാണ്. 800 ഇത് വർത്തിയാണ് കേട്ടോ പറയാൻ. കാരണം ഇതിൽ വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നന്നായി വർക്ക്, കാന്താര വർക്ക്, സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലും കൂടിയാണ്. ഇനി സിമ്പിളുമാണ്. ഇപ്പൊ കുട്ടികളെ അങ്ങനെയാണ്, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അതെ, സിമ്പിൾ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് അവർ റിബ് ടൈപ്പ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതായത് പിങ്കും നീലയും പച്ചയും ഒന്നും ഇല്ലാതെ എന്നെ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കണ്ടാൽ മതി എന്നുള്ള ഒരു കളറാണ്. എല്ലാവർക്കും ഇങ്ങനെ ബ്രൈറ്റ് ഭയങ്കര ഇഷ്ടമായി കളർ ഇഷ്ടമായിട്ടുള്ള. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് കുറച്ച് പ്രീമിയം സെക്ഷൻ ആയിരുന്നു നമ്മുടെ. ഇനി കുറച്ച് പ്രീമിയം അല്ലാത്ത സെക്ഷനിലേക്ക് കടന്നാലോ? അപ്പൊ അപ്പുറത്തേക്ക് പോകാലോ. അപ്പുറത്തേക്ക് എവിടെ പോയാലും തിരിഞ്ഞും മറിഞ്ഞും. ഇനി നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ? കുർത്തീസ്. ഓക്കെ, കുർത്തീസിന്റെ മാത്രമുള്ള ഒരു സെക്ഷൻ. ഇത് മുഴുവൻ ഇത് XXL, XL, ലാർജ്, മീഡിയം, 3XL, 4XL, 5XL, 7XL വരെ, 6XL, 7XL. പിന്നെ ഇത് മുഴുവൻ കോളർ കുർത്തികൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇത് വിത്തൗട്ട് ലൈനിങ് വേണമെന്നുള്ളവർക്ക് അത്. പിന്നെ ഇതൊക്കെ ഇതിലുള്ളത് മാത്രമേ നമ്മൾ വെച്ചെന്നുള്ളൂ, അല്ലാത്തത് ഗോഡൌണിലുണ്ട് ഇഷ്ടം പോലെ. നിങ്ങളൊരു പിക്ചർ കാണിച്ചിട്ട് വരാണെങ്കിൽ അതുവരെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി കുർത്തിയുടെ ഒരു കളക്ഷൻ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇവിടുന്ന് ആരും പോവരുത്. ഇനി ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞോ. നല്ല അടിപൊളി വർക്ക്. ഇതില് 5 കളേഴ്സ് ഉണ്ട്. വിത്ത് ലൈനിങ് ആണ്, മിറർ വർക്കോട് കൂടിയിട്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് പറയാലോ? കുർത്തിയാണല്ലോ. ഇതിന്റെ റേറ്റ് 890. ഓൺലി 890 കുർത്തി ട്ടോ, വിത്ത് മിറർ വർക്ക്. ഇതാണെങ്കിൽ മടക്കാൻ കുറെ പണിയായില്ലേ? അത് സാരില്ലാന്ന്. ഇത് കോളറിൽ നമുക്കൊരു ചെറിയ ഫംഗ്ഷന് പോകണമെന്ന്, കളർഫുൾ ആയിട്ട് പോകണം, എന്നാ അടുത്ത ദിവസം ഓഫീസിൽ ഇടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ പാച്ച് വർക്ക്. ഇതിലൊക്കെ 8 കളേഴ്സ് അതിലുണ്ട്. ഇത് കോളർ കോളർ നെക്കില് മിറർ വർക്കോട് കൂടിയിട്ട് അത് കാന്ത പ്രിന്റിലാണ്. ഈ കോളറിന്റെ വർക്ക് ഇവിടെ മിറർ വർക്ക് മാത്രമല്ല, ബാക്ക് സൈഡ് ഫുള്ളും ഉണ്ട് കേട്ടോ. അത് ഓവറോൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഓഫീസ് വെയർ അല്ലെങ്കിൽ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത് പക്ക കോട്ടണിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. 890. ഓക്കെ, 890. ഏതെടുത്താലും 890. പക്ഷെ 200 അതെ 200 മുതൽ ഉണ്ട്. അത് എല്ലാം ഒരു ഏകദേശം 790, 890 ആ ഒരു റേഞ്ച് വരും. ഇത് പിന്നെ വിത്ത് ലൈനിങ്ങും ഹാൻഡ് വർക്കും ഡബിൾ തുണിയല്ല പോകുന്നത്. അപ്പൊ ഇതും 890 ആ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും വരാം കേട്ടോ, പക്ക കോട്ടണില്. ഇതിപ്പോ നമ്മളൊരു പുതിയ പരീക്ഷണം നടത്തിയതാ. കുറെ പേര് ഇങ്ങനെ സ്ലീവ് ഒന്ന് മാറണം, പഫിലേക്ക് വരുന്നത്. അതിന്റെ 5 കളേഴ്സ് ഉണ്ട്. ഹക്കോബയില് പഫിന്റെ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ടീനേജ് പിള്ളേർക്കൊക്കെ എ ലൈൻ സ്റ്റൈലിൽ ഒരു ഫ്രോക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. 5 കളർ അല്ലേ ഇതില്? ഇത് കണ്ടോ, ഒരു വേറെ കോട്ടണില് ഒരു മിനി
പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. ഇതില് മറ്റേ നമ്മൾ കോട്ടൺ സിൽക്കിലാണല്ലോ അധികം ചെയ്യാറ്, ഇത് കോട്ടണില്. ഇത് വർക്കും അടിപൊളിയായിട്ടുണ്ട്. അതെ, സിമ്പിൾ ആണ്, പക്ഷെ എനിക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ല വർക്ക് ആയിട്ടുണ്ട്. അല്ല വീനക്കിനൊക്കെ പറയുമ്പോ അതെ, ബാക്കി മുഴുവൻ സിമ്പിൾ ആണ്, പ്ലെയിൻ ആണല്ലോ. അല്ല എല്ലാതും നല്ല വർക്കുള്ളതാണ് കേട്ടോ. ഒന്നും സിമ്പിൾ. ഇത് നമ്മളെ പ്രിന്റഡ് ഹക്കോബ, ഡിജിറ്റൽ പ്രിന്റ് ഹക്കോബയുടെ മെറ്റീരിയൽ, അതില് വിത്ത് മിറർ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇതൊക്കെ 890 850 അങ്ങനെയൊക്കെ. ഇതൊന്നും നോക്കി കളർ സൂപ്പർ, നല്ലൊരു ലെവൻഡർ ഷെയ്ഡ് സിൽക്കി മെറ്റീരിയൽ, അതില് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, മിറർ വർക്കിന്റെ ഡീറ്റെയിലിങ്. അപ്പൊ ഇതിലും കളേഴ്സ് ഉണ്ട്. ഈ ലെവൻഡർ ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാ. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഭംഗിയുണ്ടല്ലേ കളർ വൈസ്, ഓരോന്നോരോന്ന് നോക്കുമ്പോ എനിക്ക് 3-4 കളേഴ്സ് ഉണ്ട് അതിന്. പിന്നെ ഇനിയിപ്പോ എല്ലാം നമ്മള് വിലയാണല്ലോ എന്ന് ഇപ്പൊ എല്ലാരും ഓർക്കുന്നുണ്ടാവും. 200 rupees ഇതിനാ. ഓ, ഇത് കാണുന്നതൊക്കെ വീവിങ് ആണ് കേട്ടോ, പ്രിന്റും കൂടി അല്ല. 200 rupeesന് ഇത്രയും അടിപൊളി കേട്ടോ. വിത്ത് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് വീവിങ്ങോട് കൂടിയിട്ട് ഓൺലി 200 rupees ഈ ഒരു കുർത്തിയുടെ റേറ്റ്. വാവ്, സൂപ്പർ സൂപ്പർ. ഇതും 200 ഇതും 200. ഇനി പോരെ, ഇനി എന്താ വേറെ വേണ്ടത്? 200 rupees വേഗം മേടിച്ചോ മക്കളെ. ഇപ്പൊ ഈ ഒരു കോട്ടൺ വിത്ത് ലൈനിങ് 200, ഇതും 200. അപ്പൊ ഇത് 200 മുതൽ 1000 എബോവ് വരെ ഇവിടെ കുർത്തി ഉണ്ട്. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിംഗ് റേറ്റും ഒരു കുറച്ച് ഹാൻഡ് വർക്കിന്റെ റേറ്റും ഇപ്പൊ നമ്മൾ കാണിച്ചു. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടി, സംശയം ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 200ന്റെ ഇനി ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇവിടെ കൊടുക്കും. പ്രൊഡക്ഷനിലുണ്ടാവും, ഞാൻ കാര്യത്തിലും തീരുമാനമായി. അതായത് അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല, ആളുകൾക്ക് പുതിയ ചുരിദാർ എടുക്കാൻ പറ്റണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു പ്രൊഡക്ഷനിലും 200 rupees ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് കസ്റ്റമർ ഇഷ്ടപ്പെട്ടിട്ട് വില കാരണം ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ റേഞ്ചും വെച്ചിരിക്കുന്നതാണ്. ഒരാളുടെ കയ്യിൽ ഇപ്പോൾ 500 800 rupees ഉള്ളൂ, പക്ഷെ 1000 പീസാണ് ഇഷ്ടമായെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു 500ന്റെ വേണമെങ്കിൽ എടുത്തു പോകാന്നുള്ള സിറ്റുവേഷൻ ആക്കി. എന്നാൽ അത് വർത്ത് വരുന്നത് ചിലപ്പോ 1000ന്റെ ആയിരിക്കും. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ആരും നിരാശയാവരുത്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്. ഇപ്പൊ കുറെ പേര് അങ്ങനെ എടുക്കുന്നുണ്ട്, ലൈനിങ് വേണ്ട എന്നുള്ളതില്. അപ്പൊ അത് അതില് പീസ് വർക്ക് ചെയ്തത്, പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു വർക്കിൽ റീറ്റെയിൽ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ല. എന്നാൽ കുറെ പേര് അയ്യോ ഞാൻ ഹോൾസെയിൽ ചെയ്യുമ്പോൾ റീറ്റെയിൽ കട കാണിക്കും, ഇനി ഏത് കട കാണിക്കട്ടെ കാണിച്ചില്ലേ. സൂപ്പർ കളർ കേട്ടോ, കോട്ടന്റെ മെറ്റീരിയൽ വിത്ത് പാച്ച് വർക്ക്. അതുപോലെ യോക്കിലത്തെ പാച്ച് വർക്ക് പോലെ തന്നെ നമുക്ക് സ്ലീവിന്റെ പോർഷനിലും വന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കേട്ടോ, അടിപൊളി വർക്കുകളൊക്കെ. ഇത് കോട്ടൺ അല്ലാതെ ഇതിപ്പോ നാഗവലി പോലെ ഇതാണ് 200 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുമ്പോ എന്ത് രസാലേ. ഇത് കണ്ടോ, ഇതും ഒരു പാച്ച് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. കോട്ടന്റെ മെറ്റീരിയൽ പക്ക കോട്ടന്റെ തന്നെയാണ്. പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് നമുക്ക് സ്ലീവിന്റെ പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പോർഷനിലും. ഇതിപ്പോ അവിടെ നമ്മള് ഇതിന്റെ 3 പീസ് സെറ്റുകൾ കണ്ടിരുന്നു. അവിടെ ഇതിപ്പോ 699 ഉള്ളൂ ഇതിന്റെ റേറ്റ്. ഇത് ടോപ്പ് ഒള്ളി. ഓക്കെ, നമ്മൾ 3 പീസ് സെറ്റ് വരുമ്പോൾ അത് 1700 ഒക്കെ ആയിരുന്നു. 2 പീസ് വന്നപ്പോൾ 1300 1100 ആയിരുന്നു. ടോപ്പ് മാത്രം വരുമ്പോൾ 699. എന്നാലും ഇത് അവരെ കയ്യിലുള്ള പാന്റ് ഇട്ടിട്ട് 2 പീസ് ആക്കി ഇടാലോ. അതന്നെ, ഇത് കോട്ടന്റെ. ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം അത് തന്നെ, പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഞാൻ ഉടുത്തിരിക്കുന്ന സിൽക്ക് ആണെങ്കിൽ ഇത് കോട്ടൺ. ഓൺലി 690 പോരെ. അപ്പം കുർത്തീസില് ഇനി ഇത് മുഴുവൻ എന്തായാലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഫ്രോക്കിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ഇനി ഫ്രോക്ക് സെക്ഷൻ ആയി. പിന്നെ അതുപോലെ നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് കാണിക്കാണ്ട്, ഇനി നൈറ്റീസ് കാണിക്കാണ്ട്. അപ്പൊ ഇനിയും സമയം എടുക്കും. അപ്പൊ ഇനി ഇവിടേക്ക് കിടക്കാം. ഫ്രോക്കില് ഇത് 3XL പിന്നെ ജോർജറ്റിന്റെ ആണ്. 3XLകാര് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് പോകണം. അതെ, കാരണം XXLകാർ ഇപ്പൊ പെട്ടെന്ന് 3XL ആയി പോകും ഒരു ദിവസം. അപ്പൊ അവർക്ക് പാറ്റേൺ വേണമല്ലോ. നമുക്ക് അനുഭവമുള്ളതാണ്. കൊറോണ ഒരു XL ആയിരുന്നു, കൊറോണ കഴിഞ്ഞപ്പോ XXL ആയി പോയി. ഇനി പറഞ്ഞില്ലേ 10 കൂട്ടാന്ന്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഓരോ പർച്ചേസിങ്ങിന് മുമ്പ് ഇരുന്ന് തിന്നല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇത് ജോർജറ്റിന്റെ മെറ്റീരിയല്, അത് യോക്കിലും അതേ സെയിം വർക്ക് തന്നെ നമുക്ക് സ്ലീവിന്റെ. ഇത് ഒരു പാറ്റേൺ ആണെങ്കിൽ ഇത് ഒരു പാറ്റേൺ വേറെ. ഇതില് വർക്ക് എന്ന് പറയാനായിട്ട് ഫുൾ ഫ്ലീറ്റഡ് ആണ് കേട്ടോ.
ഒക്കെ ഇട്ടു. ഞാനിപ്പോ കുറച്ച് നേരത്തെ ഒരു പെൺകുട്ടി ഇട്ട് കാണാൻ എന്ത് രസാ. ആ കുട്ടി ഇത് എടുത്തൂലേ? ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് എടുത്തതാണ് കേട്ടോ. ഞാനിത് വീഡിയോക്ക് ഇടാൻ വേണ്ടിട്ട് ഞാനിത് സെലക്ട് ചെയ്ത് വെച്ചത്. പിന്നെ വിചാരിച്ചു എപ്പോഴും ഞാൻ ഈ ഒരു മറൂൺ റെഡ് പിങ്ക് ഒക്കെ ഇടാറ്. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ വെച്ച് പിടിക്കാൻ ആളെന്റെ കയ്യിൽ വെടിച്ച് കൊണ്ടുപോലും കഴിഞ്ഞു. ആൾക്ക് പക്ഷെ അത് സ്മോളോ മീഡിയം സൈസ് അങ്ങോട്ട് ഭയങ്കര കനം കുറവാ. പക്ഷെ ഇട്ട് വന്നപ്പോ നല്ല ഭംഗിയാണ്. അപ്പൊ ഈ ഒരു പാറ്റേണും ഉണ്ട് കേട്ടോ. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മള് ചിലരിങ്ങനെ ഇത്തരം ഹെവി ഹാൻഡ് വർക്ക് എടുക്കുമ്പോഴേ അയ്യോ വേണ്ട ഹാൻഡ് വർക്ക് വേണ്ട, അപ്പൊ അവർക്ക് വേണ്ടി അന്നാ എന്തോ വേണം താനും. മനസ്സിലായോ? കളറും ബ്രൈറ്റ് ആവാൻ പാടില്ല, ഹാൻഡ് വർക്ക് വേണം താനും, സ്റ്റൈലാവും വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുർത്തിയാണ് ഇത്. ഇതിപ്പോ സൈഡിലാണ് ഇതിന്റെ ഫ്ലീറ്റ് വന്നിരിക്കുന്നത്. കുറച്ച് ഷേപ്പായിട്ട് ഭംഗിയിൽ നിൽക്കും. അതേപോലെ തന്നെ യോക്കില് ചെറുതായിട്ടൊരു വീനെക്കിന്റെ അവിടെ ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ്. ഇതിന്റെ 5 കളേഴ്സ് ഉണ്ട്. 5 കളേഴ്സ്. അതും സിൽക്കി മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഫംഗ്ഷന് ഇട്ട് പോവാം. കളറും നോക്കി ലെതർ ഹക്കോബയില് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അനാർക്കലി സ്റ്റൈലില് കേട്ടോ. അനാർക്കലി സ്റ്റൈലില് ഹക്കോബ. ശരിക്കും കടക്കാർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വിരിച്ച് കാണിച്ചു തരാം അല്ലെ, അല്ലെങ്കിൽ മേത്ത് വെച്ച് കാണിച്ചു തരും. നീ അതിന്റെ തന്നെ പഫ് സ്ലീവ് ആയിട്ടുള്ളത് ഉണ്ട്. ഇഷ്ടംപോലെ ഇതില്ല ജോർജറ്റില് പഫ് സ്ലീവ്. ഇത് ജോർജറ്റില് പഫ് സ്ലീവില് സിഗ്സാക്ക് മോഡൽ വരുന്നത്. സിമ്പിൾ ഇങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് പോവാൻ പറ്റുന്ന ഒരു കളക്ഷൻ. പാന്റ് ഒന്നും ഇടണ്ട അല്ലെ ഇതിനൊന്നും. ഹക്കോബ ഡിജിറ്റൽ പ്രിന്റ് ജോർജറ്റിന് വളരെ സിമ്പിള്. ഒരു ആംഗിൾ പാന്റ് ഇട്ടാല് പാന്റ് ഇടണ്ട. ഇതൊക്കെ ഫ്രോക്ക് ഇടാതെയും പോവാ. ഇതൊക്കെ ടീനേജുകാർക്ക് പാന്റ് ഇടാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രോക്ക് ഇട്ടിട്ട് ഒരു ഷൂട്ട് അടിപൊളി. അല്ലെങ്കിൽ പാന്റ് ഇട്ടിട്ട് പാന്റ് കാണിക്കണ്ട. ആരെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞ അപ്പൊ പാന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പോകുന്നവരും ഉണ്ട്. 3/4 പാന്റ് കാപ്രി അതുണ്ട് ഇവിടെ ഉണ്ട്. കാപ്രി ഉണ്ട്. ഓക്കെ. ഇത് വിത്ത് ലൈനിങ് ഫ്രോക്ക് കോട്ടണില് അനാർക്കലി സ്റ്റൈലില്. ഇത് ഒരു കുർത്തി, സിംഗിൾ കുർത്തി അല്ലേ? അതെ. ഫ്രോക്ക് പിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് തരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ലുക്ക് എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. എന്താ കളർ അല്ലേ, അടിപൊളി. ഇതൊന്നും നോക്കി കളർ ഒക്കെ ഒന്നിലൊന്നും വെച്ചോട്ടോ. ഇതും കോട്ടണില് തന്നെയാണ്. അല്ല സോറി, റയോണില് ഹക്കോബ കേട്ടോ. റയോണില് ഹക്കോബ പഫാണ് ഇതിന്റെ അടിപൊളിയായിട്ടുള്ളത്. ഈ ക്ലോത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെ, പക്ഷെ പക്ഷെ ഇത് ഇട്ട് വരുമ്പോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഹക്കോബ കുറച്ച് സ്റ്റിഫ് റഫ് നമുക്ക് ഇടുമ്പോ തന്നെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ. വീനക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോളർ വീ. ഇത് അടിപൊളിയായിട്ടാ. മെറ്റീരിയൽ വൈസ് ഈ ടോപ്പ് മാത്രം ഇട്ട് ഒരു ഷൂ ഇട്ട്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ അപ്പൊ തന്നെയല്ലേ ഞാനും പറഞ്ഞ അടിയിലൊന്നും ഇടണ്ടാന്ന്. ഓക്കെ. പിന്നെ ഇത് വേറൊരു വെറൈറ്റി ആണ്. ഒരു എന്താ പറയാ, ഒരു 10 വയസ്സ് കുറവ് തോന്നിക്കുന്നത്. ഇതാ ഇത് സ്മോക്കി വർക്കാണ്. സ്മോക്കി വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ലുക്ക് വരുമ്പോ ഇങ്ങനെ. ഞാൻ എത്ര വയസ്സ് കുറഞ്ഞു? ഒരു 20 കുറഞ്ഞാണ്. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? അപ്പൊ 25 ഇന്നെന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇന്ന് തൊട്ടപ്പോ 20 വയസ്സ് പിന്നാക്കം പോയിട്ടുണ്ട് ഞാൻ. 5 വയസ്സല്ലേ ഉള്ളൂ, 25 ആകെ ഉള്ളൂ. ശരിക്കും ടോട്ടൽ തീരുമാനമായി എന്തായാലും. പിന്നെ നമ്മള് ഇനി ചിലർക്ക് എന്താ പറയാ, ക്ലോത്ത് വൈസ് ഒരു പാർട്ടി വെയർ ലുക്ക് വേണമെന്ന് പറയും. അതിനാണ് ഈ ഒരു അതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് കളേഴ്സിൽ. ഇത് നമ്മൾ ഫസ്റ്റ് ശരിക്കും ഇത് പാർട്ടി വെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് നോക്കാം എപ്പോഴും പിടിക്കണേന്ന്. ഇത് സെയിം സാധനം നമ്മള് പാർട്ടി വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത്. അപ്പൊ നമ്മള് ആ ക്ലോത്ത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട്. ഇത് ഓർഗൻസ മെറ്റീരിയലില് വീവിംഗ് ആണ് ഫുൾ കാണുന്നത്. അതൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അനാർക്കലി സ്റ്റൈലിൽ കേട്ടോ. സിമ്പിൾ ഇത് മാത്രം ഇട്ടാൽ മതി. ഇതിൽ ലെഗിൻസ് ഇട്ടിട്ട് അത് ആ ഡ്രസ്സിന്റെ ഭംഗി കളയല്ല നിങ്ങൾ അല്ലേ. നല്ല അടിപൊളിയല്ലേ ഇത്. സൂപ്പർ. ഇത് നോക്കി കളർ. ഇത് റയോണില് നല്ല കളർ അല്ല കളർ തന്നെയല്ല, ആ ഒരു പിടിക്കുമ്പോൾ ആ ക്ലോത്തിന്റെ ഒരു ഭംഗി അതാണ് കേട്ടോ. പിന്നെ ആ ഒരു ബെൽറ്റ് മോഡലിൽ വന്നിട്ടുള്ളത് ഇതിന് പിടിച്ചാൽ എങ്ങനെയുണ്ടാവും ലുക്ക്? അടിപൊളിയല്ലേ? എടുത്തോ? സൂപ്പർ. ഇതിനൊക്കെ റേറ്റ് എത്ര വരിക? ഇതിന് റേറ്റ് 790 അത്രേ ഉള്ളൂ. നല്ല മെറ്റീരിയൽ ആട്ടോ. അതും ഇത്രയും ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒന്നിപ്പോ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇതൊരു വെറൈറ്റി ആട്ടോ. ഇത് സ്ലീവ്ലെസ്സില് ഫ്രോക്ക്. ഇത് കോട്ടൺ പക്ക കോട്ടണില് സ്ലീവ്ലെസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡായി മാറി. വെസ്റ്റേൺ വെയറിൽ മുട്ടും. അത്രയും നല്ല അടിപൊളിയാണ്. ഇത് വല്ലാണ്ട് വലിക്കണ്ട. ഇത് ഓക്കെയാണ്. ഈ ലെവലിൽ നിന്നാ മതി. നമ്മൾ മലയാളികൾക്ക് ചെറുതായിട്ട് വയറൊക്കെ ഉണ്ട്. ആ വയറൊന്നും മലയാളത്തിന് മാത്രമേ ഉള്ളൂ. അത് മലയാളീസിനുള്ളൂ. മലയാളി നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് ഞാൻ തന്നിരുന്നില്ലേ?
ഇതിന്റെ അകത്ത് ഒരു ഹെവി വർക്ക്. ഇത് സ്ലീവ്ലെസ്സിലാണ് കേട്ടോ. ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. ഡ്രോ സ്ട്രിംഗ്, ഇത് ഇങ്ങനെ ഡ്രോ സ്ട്രിങ് കലി ടൈപ്പ് ആയിട്ട്, പ്രിൻസസ് കട്ട്, കലിയല്ല പ്രിൻസസ് കട്ട് മോഡലാണ് ഇത് വരുന്നത്. ഇത് ഇതേപോലെ വയറുള്ളവർക്ക് ഷേപ്പ് ആക്കാൻ പറ്റില്ല, അത് വയററിയാതെ സെന്റർ കട്ടിങ് ഇല്ലാതെ ഞങ്ങളൊക്കെ ചെയ്തു. മോളിൽ നിന്നാണ് ഇതിന്റെ പാനൽ വർക്ക്. 12 പീസ് വെച്ചിട്ട്. ഓക്കെ, ഒരു വിധ എല്ലാവർക്കും ഒരു ഷേപ്പില് കിട്ടും ചെയ്യും. എന്നാൽ വയറുള്ളവർക്ക് വയറ് കാണൂല. ഈ പാനൽ വർക്കിന്റെ പ്രത്യേകത അതാണ്. ഷേപ്പിൽ കിടക്കും ചെയ്യും, വയറ് അധികം എടുത്ത് കാണിക്കില്ല, ഭംഗിയിൽ കിടക്കും ചെയ്യും കേട്ടോ. അപ്പൊ ഇതൊരു ലെവൻഡറിൽ വരുന്ന ഒരു കളക്ഷൻ. പിന്നെ നേരത്തെ നമ്മൾ സ്ലീവ്ലെസ് കാണിച്ചില്ലേ, സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മള് ഇതന്നെ കണ്ടോ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് പിടിച്ച്, എന്നാലും അതിന്റെ ലുക്ക് അറിയാൻ പറ്റുള്ളൂ. സെയിം ക്ലോത്തിൽ തന്നെ ഡിഫറെന്റ് പാറ്റേൺ. ഇത് പാർട്ടി വെയർ, അത് നോർമൽ വെയർ. പാച്ച് വർക്ക്, ഹെവി വർക്കോട് കൂടിയിട്ട്. അപ്പൊ റേറ്റ് ചെറുതായിട്ടൊന്ന് മാറും. അത് വർക്ക് കൂടുതലുണ്ടല്ലോ ഇതില്. അപ്പൊ ഈ ഒരു വർക്കായി. അപ്പം ഈ സെക്ഷനിൽ ഇനി ഒരുപാടുണ്ട്. അതൊന്ന് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ക്രോപ്പ് ടോപ്പുകൾ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ക്രോപ്പ് ടോപ്പ് കിഡ്സിനും യൂസ് ചെയ്യാം. ഇതിന് മുകളിൽ ജസ്റ്റ് ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ലുക്ക് ആയിരിക്കും. അതില് ജീൻസിന്റെ ടോപ്സ് ഉണ്ട്. ഈ ജീൻസിന്റെ ടോപ്പ് അതല്ല, ഇപ്പുറത്ത് ഡെനിമിന്റെ ഡെനിമിന്റെ ഓവർ ജാക്കറ്റ് പോലെ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ലുക്ക് വേറെയായി മാറും. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇനി ഇത് ഹക്കോബയില് ഷർട്ട് മോഡൽ, വെസ്റ്റേൺ വെയറിൽ കേട്ടോ. ലൂസ് ജീൻസിന്റെ കൂടെ ഇത് ലൂസ് ഫിറ്റിൽ കൂടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ക്രോപ്പ് ഷർട്ട്സ്. പിന്നെ കുറച്ച് ഡബിൾ എക്സൽ സൈസസുകാർക്ക് ടീഷർട്ട്. അതും ഇത് എംബ്രോയിഡറി ആട്ടോ, എംബോസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയുടെ വർക്കാണ്. ഇതൊക്കെ ആ ബീച്ചിന്റെ അവിടെ പോയി ഒക്കെ നിൽക്കുക. ഈ ഒരു ഇത് ഇട്ടിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഹുഡീസ്. ഹുഡീസ് എന്ന് പറയുമ്പോൾ ബാക്കിൽ ക്യാപ്പ് ഇല്ല, നോർമൽ ഹുഡിയാണ് കേട്ടോ വരുന്നത് ക്രോപ്പ് ടോപ്പിൽ. അപ്പൊ ജീൻസും ഉണ്ട്. ജീൻസിന്റെ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിച്ചാൽ ഒരെണ്ണം മതി. കളറായിക്കോട്ടെ. എപ്പോഴും ഈ ബ്ലാക്ക് ബ്ലൂ ഇതൊക്കെ കാണുന്നതല്ല. അപ്പൊ ഈ ഒരു പിങ്ക് ഷെയ്ഡിലും നിങ്ങൾ കണ്ടോ പാന്റിന്റെ ഏതൊക്കെ വായയിൽ വരുന്ന മോംഫിറ്റ്, ബാഗി, പാരഷൂട്ട്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഇവിടെ കിട്ടൂട്ടെ. ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഉണ്ടെന്നുള്ളത് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം എയർലൈനാണ്. എയർലൈനില് വേറെ വേറെ കളേഴ്സ് ഞാൻ കാണിക്കാം. ഇത് സെയിം നേരത്തെ കണ്ട മെറ്റീരിയൽ തന്നെയല്ലേ? നമ്മളിത് കാണിച്ചു. ഇത് കാണിച്ചു. ഓക്കെ, നമുക്ക് ഇനി എയർലൈനിൽ ഒരു കാര്യം ചെയ്യാം. ഇത് ഈ ഹെവി വർക്ക് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇത് ഹെവി വർക്കോട് കൂടിയിട്ടുള്ള വർക്ക്. അതും ഫുൾ സ്ലീവിലാണ് കേട്ടോ. ഹെവി വർക്കാണ്, ഫുൾ സ്ലീവില്. സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ റേറ്റ് ഏകദേശം 890. അപ്പൊ അധികം റേറ്റ് ഒന്നും ഇല്ല. നിങ്ങൾ വിളിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ്. വിത്ത് ലൈനിങ് സിമ്പിൾ ഓഫീസ് യൂസ് ആണ് 790. ഓൺലി 790. കാന്ത പ്രിന്റ്. ഇത് ഇതേപോലെ 12 പീസ് വെച്ചിട്ട് പാനൽ വർക്കിൽ കേട്ടോ. മോളിൽ നിന്ന് തൊട്ടിട്ട് ആ ഒരു പാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡസ്കി പിങ്ക് ഷെയ്ഡിൽ യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. 890. എന്ത് പറഞ്ഞാലും 890 അല്ലെങ്കിൽ 990 ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നത്. ഒരു സ്പെഷ്യൽ ഐറ്റം കാണിക്കാം. ഞാൻ ഇന്നലെ ചെയ്ത് കേട്ടിട്ടുള്ളൂ. ഇത് ഒരു സ്ലീവ്ലെസ് ടോപ്പ്. ഇനി അത് മതിയെങ്കിൽ അങ്ങനെ ഇടാം. അതിന്റെ കൂടെ പാൻറ്റും അതും മാത്രം ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. വേണ്ട അങ്ങനെ പോകാൻ പറ്റിയൊരു അവസരം അല്ലെങ്കിൽ ജാക്കറ്റും കൂടി ഇടാം. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത്, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാറി മറിക്കാം. കുറച്ച് വെസ്റ്റേൺ വേണമെന്ന് വെച്ചാൽ ഇത്, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ജാക്കറ്റ് മോഡൽ. അപ്പൊ ഇങ്ങനെ ഒരു ലുക്ക് ഔട്ടാ. ഇങ്ങനെ എടുത്ത് തരുവാണ് ഇടാനായിട്ട്. അത് പാകവലിയ കുട്ടിയാ, ചെറിയ സൈസ് എടുത്ത് തന്നിരിക്കണത്. ഇത് തടി ഇനി കുറയ്ക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ തടി കുറയ്ക്കാം, നിങ്ങൾ തടി കൂടാ. അതൊരു ചലഞ്ചായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഇത് അടുത്തത് നേരത്തെ കാണിച്ചത് അറ്റാച്ച്ഡ് അല്ല. ഇത് വരുമ്പോ അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ജാക്കറ്റ് മോഡൽ കേട്ടോ. ഇതിൽ കളേഴ്സ് വരുന്നുണ്ട്. നല്ല യെല്ലോ ഷെയ്ഡ്, ഗ്രീന്, യെല്ലോ ഗ്രീൻ എ ലൈനിലാണ് വിത്ത് ജാക്കറ്റ്. പിന്നെ ഈ ജാക്കറ്റിൽ തന്നെ ഫ്രോക്ക് കേട്ടോ. ഇതൊരു ഷെയ്ഡ് ഗ്രീനില്. പിന്നെ ഇത് ജാക്കറ്റുമാണ്. ഓക്കെ, യോക്കില് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. നമുക്ക് ജാക്കറ്റ് മോഡൽ കേട്ടോ. അപ്പൊ ഇത് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. നമുക്ക് ഇത് ഇവിടെ വരെ അറ്റാച്ച്ഡ് ആണ്, ഫുൾ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ജാക്കറ്റ്. ഇത് സ്മോക്ക് വർക്കില്. ഇതും ജാക്കറ്റ് മോഡൽ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഉരി എടുക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടുന്ന്. പക്ഷെ നല്ല ലുക്ക് അല്ലേ? ഇതൊക്കെ ഇടുമ്പോൾ നല്ല ഷേപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ തന്നെ കുറച്ച് ഹെവി പീസ്. അത് സ്ലീവ് അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞ പോലെ 10 പീസ് കുറയും.
ആ അതാണ് ക്യൂട്ട്നെസ് കൂടും. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, നമുക്ക് ഒരു ഷേപ്പും ഭംഗിയിലും കിടക്കാനായിട്ട്. കണ്ടോ, ഇതൊരു വർക്ക് ഇത് ജോർജറ്റില് സെയിം നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ജോർജറ്റില് നേരത്തെ പ്രിന്റിങ് വ്യത്യാസമുണ്ട്, കട്ടിങ് വ്യത്യാസം ഉണ്ട് അല്ലേ. ഓ ഓക്കെ. അപ്പൊ ഇത് ഫുൾ കളക്ഷൻ. ഇതൊക്കെ റെഡിമെയ്ഡ് ആയി, അൺസ്റ്റിച്ചഡ് ഒന്നും ഇല്ലേ? ഉണ്ട്. ഇതാ ഇതൊക്കെ ഈ അൺസ്റ്റിച്ചഡ്. ഏരിയയിലേക്ക് നമ്മള് എത്തിയില്ലായിരുന്നു. എത്തിയില്ല. ഓക്കെ. ഇത് 990. അൺസ്റ്റിച്ചഡ് ആയാലും കിടക്കട്ടെ, നിങ്ങൾ ആർവാദിക്കുന്നു അല്ലേ. കാണിച്ചോ. ഇതാ അൺസ്റ്റിച്ചഡില് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. കാന്തര കാന്തര പോയിന്റ് ഷോൾ ഇട്. ഇറങ്ങി വരൂ പോന്നോ. പാന്റ് സന്ധ്യ രണ്ടാളും അപ്പുറത്ത് നിന്നാൽ അതിന്റെ ലുക്ക് കറക്റ്റ് എക്സാക്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെയാണ് വെച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക. ആവശ്യമില്ലാത്തടത്തൊന്നും തൊടയിരിക്കും. ഇങ്ങനെയായിരിക്കും ഫുള്ള് ലുക്ക് വരാട്ടാ ഓവറോൾ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് നമ്മള് ഷേപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. എങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓക്കെ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എല്ലാ പാറ്റേണും എല്ലാ ഷേപ്പുകാർക്കും മാച്ച് അല്ല. ചില വലിയ പ്രിന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രിന്റ്, അപ്പൊ നമുക്ക് അവർക്ക് അത് മാച്ച് ചെയ്യുന്നു അറിയുന്നതാണ് നമ്മളുടെ ഒരു സന്തോഷം, നിർബന്ധം. മാച്ച് ചെയ്യെങ്കിൽ കൊണ്ടുപോയാൽ മതി. അതെ. അപ്പൊ ഇത് അൺസ്റ്റിച്ചഡിന്റെ ഒരു വെറൈറ്റി. അപ്പൊ ഇനി അല്ലാതെ ഇതുപോലെ കാണിക്കുന്നില്ല, എന്നാലും ഉണ്ട് കാണിക്കാനായിട്ട് വേണ്ടത്. അപ്പൊ ഇതൊരു ലുക്കായില്ലേ. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ. അടുത്തത് സിമ്പിൾ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് കാണിച്ചു കൊടുക്കാം. ഇത് ദുപ്പട്ട ടോപ്പ് ഏതാ? അമ്പിളി ലാസ്റ്റ് അവിടുത്തെ അമ്പിളി പറയാ, എന്റെ പേരാ വിളിച്ചതെന്ന് പറയും. എറണാകുളത്ത് ഒരു അമ്പിളി ഉണ്ട്. അമ്പിളി മിനിങ്ങാന്ന് ജോയിൻ ചെയ്തത് വലിയൊരു കടലിലേക്ക് എടുത്തിട്ട് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്ന അമ്പിളി. ആണോ? 2 ദിവസമായിട്ടുള്ളൂ. അപ്പളേക്കും വീഡിയോയില് വൈറലായിരുന്നു കുട്ടി. ഇത് അൺസ്റ്റിച്ചഡ് തന്നെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ദുപ്പട്ടയില് ഫുൾ ത്രെഡ് വർക്കാണ്. ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ വർക്ക് കേട്ടോ. ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് കാണുമ്പോൾ അങ്ങനെ നമുക്ക് പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രിന്റ് അല്ല, പക്ഷെ കളർ അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗി. പിന്നെ ഇനി ചിലർക്ക് എന്ന് വെച്ചാൽ ചെറിയ റേറ്റിന്റെ 850 റേറ്റിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ റേറ്റ് 850 പോലെ വേണം. അപ്പൊ 850 അൺസ്റ്റിച്ചഡ്. അതെ. ഇതൊക്കെ പാർട്ടി വെയറിൽ പോകുമ്പോഴാണ് റോസ് സിൽക്ക് ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ നോർമൽ ഇതുണ്ടോ, സെമിയിൽ നന്നായിട്ടുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഇതൊക്കെ തയ്ച്ചു വരുമ്പോ നല്ല രസമായിരിക്കും അല്ലേ കാണുമ്പോ. ഡിജിറ്റൽ ഇട്ടാ ഇതൊക്കെ ചെറിയൊരു സിൽക്കി മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇത് 3 പീസിൽ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നമ്മൾ അവിടെ കണ്ടില്ലേ റെഡിമെയ്ഡ്. ഓക്കെ. ഇത് കോട്ടൺ ടാട്ട പക്ക ജയ്പൂരിൽ ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത്. ഇതിന്റെ റെഡിമെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് ഉണ്ട്. മൽമൽ കോട്ടന്റെ ദുപ്പട്ട ഫുൾ പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ. ശരിക്കും ആ ഒരു ബ്ലോക്ക് പ്രിന്റ് ഒക്കെ അതിന്റെ ഒരു സ്മെല്ല് വരില്ല, ഒരു നാച്ചുറൽ ഡൈൻ്റെ ഒരു സ്മെല്ല് വരില്ല. ആ ഒരു സ്മെല്ലാണ് വരുന്നത്. നാച്ചുറൽ ഡൈൻ്റെ പാലിന്റെ മണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്മെല്ലൊക്കെ വരുന്നത്. അടിപൊളി. ഇനി മഞ്ഞ കല്യാണം ഹൽദി. ഞങ്ങളിപ്പോൾ മഞ്ഞ കല്യാണം ആക്കിയത്. ഇത് സിൽക്കി മെറ്റീരിയൽ ആണ്. ജോർജറ്റിന്റെ ദുപ്പട്ട, സിൽക്കി മെറ്റീരിയൽ ടോപ്പ് വരുന്നത്. ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ വരുന്നത്. യോക്കിന്റെ പോർഷൻ നല്ല ഭംഗിയുണ്ട്. ഈ യെല്ലോ ഇടുമ്പോ തന്നെ ഒരു കളറ് മോത്തിക്ക് എടുത്ത് വരൂല്ലേ, തകർക്കാന്നുള്ള ഒരു മൈൻഡിലായിരിക്കും. കല്യാണം ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും ഇവിടെ എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഹക്കോബയില് പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളതാണ് വൈറ്റില് കേട്ടോ. ഇനി ഇതിന്റെ ദുപ്പട്ട കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് ഹൈലൈറ്റ് അല്ലേ. ഇതാ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പൊ ഈ ഒരു വെറൈറ്റി ഇല്ലേ, ഈ കാണുന്നത് ഫുൾ വീവിങ്, ഇത് എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ ഫുൾ. ഓക്കെ. ഇത് നമ്മളുടെ കുർത്തിയില്, ഫ്രോക്ക് സെറ്റില്, കുർത്തി സെറ്റിലൊക്കെ വരും. അപ്പൊ അതിന്റെ ചിലർക്ക് റെഡിമെയ്ഡ് അത്ര സെറ്റ് ആവില്ല എന്ന് അവരുടെ ഒരു വിശ്വാസം. എന്തായാലും എനിക്ക് റെഡിമെയ്ഡ് ശരിയല്ല, വേണ്ട, സെയിം സാധനം നമ്മൾ അൺസ്റ്റിച്ചഡിൽ തരും. നിങ്ങൾ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ തയ്ച്ചിട്ടോ അല്ലേ. അതില് ദുപ്പട്ടയിൽ വരുന്നതും ബ്ലോക്ക് പ്രിന്റ് ആണ്. ഇതിന്റെ 5 കളേഴ്സ് ഉണ്ട്. ഈ 5 കളേഴ്സിന്റെ റെഡിമെയ്ഡും ഉണ്ട്. 5 കളേഴ്സ് എന്ന് പറയുമ്പോൾ വൈറ്റ്, ഗ്രേ, ബ്ലാക്ക്, പിസ്ത പച്ച, വയലറ്റ്. ഓക്കെ. പിസ്ത പച്ച മലയാളം ഇംഗ്ലീഷും ആയി. അത് നമ്മുടെ ശീലല്ലേ, നമ്മളെ എങ്ങനെ പോയാലും നമ്മൾ ആ ഒരു മലയാളിത്തം മറക്കില്ല അല്ലേ. പിന്നെ ഇത് നെറ്റ് കേട്ടോ, ഒരു നെറ്റ് ടൈപ്പില്. നെറ്റില് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതില്
ഇതാണ് ഇപ്പൊ ദുപ്പട്ട. എന്ന് പിടിച്ചോ. ഇതാണ് ദുപ്പട്ട. ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ യോക്കിന്റെ വർക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട കസ്റ്റമേഴ്സ് ഇടയ്ക്ക് വന്നത് കൊണ്ട് നമ്മളൊന്ന് സ്റ്റക്ക് ചെയ്ത് കേട്ടോ. അതവിടെ മുറപ്പോലെ നടന്നോട്ടെ. ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇതിൽ തന്നെ 2-3 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കളേഴ്സ് ഒരു കളറ് 2 കളർ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. 2 കയ്യേ ഉള്ളൂ. ഇനി ഇത് ഒരു കസ്റ്റമേഴ്സ് അവിടെ നിന്നോട്ടെ, നമുക്ക് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം. ഓക്കെ, ഇത് നല്ല പ്യുവർ ഓർഗൻസ മെറ്റീരിയലാണ് ഈ ഒരു ഫുള്ള്. ഇതില് നല്ല പ്യുവറിലെ പക്ക ഓർഗൻസ മെറ്റീരിയലിൽ തന്നെ ദുപ്പട്ടയും വരുന്നത് കേട്ടോ. ഇതൊക്കെ ലെവൻഡർ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ വാവ് സൂപ്പർ. കസ്റ്റമർ അവിടെ ഇട്ടിരിക്കണതും ലെവൻഡർ ഷെയ്ഡ് കാണിച്ചോട്ടെ വീഡിയോയില്. അയ്യോ വേണ്ട, പിടിച്ചിരിക്കണത് ലെവൻഡർ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച വന്നിരിക്കുന്നത് നമ്മുടെ കുർത്തി. ഇങ്ങോട്ട് വാ, ഒന്ന് കാണിട്ട് വന്നിരിക്കുന്ന മിത്രയുടെ ഫസ്റ്റ് അല്ലേ, ഒരു 8 months അല്ലെ മുമ്പ് എടുത്ത കുർത്തിയാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു ചോയ്സ്? അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങളൊരു കസ്റ്റമർക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ആക്ച്വലി നാളെ ഹർത്താൽ ആയതുകൊണ്ട് എല്ലാവരും ലീവിന് പോയിക്കണം. എല്ലാവരും ഫംഗ്ഷന് ഫെസ്റ്റിവൽസ് ആഘോഷിക്കാനായിട്ട് അങ്ങനെ വെക്കേഷൻ ആഘോഷിക്കാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും റിവ്യൂ ചോദിക്കാം. പേര് പറഞ്ഞ സോണറ്റ് ബോണറ്റ് അല്ലല്ലോ, വെറുതെ കളിയാക്കിയതല്ല കേട്ടോ. വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ, ഇനി എങ്ങനെയുണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു? 8 മാസം മുന്നത്തെ ലുക്ക് തന്നെയാണോ ഇപ്പോഴും? ഇല്ല, കുഴപ്പമില്ല, നല്ലതാ. പെട്ടെന്ന് അവിചാരിതമായി വന്നപ്പോ ഒന്ന് നാട്ടു വിളിക്ക് പോയത്. അല്ല, അത് ക്യാമറയുടെ മുന്നിലല്ല, നമ്മളെ ഫസ്റ്റ് നിൽക്കുമ്പോ ഇവരൊക്കെ എപ്പോഴും വരുന്ന കസ്റ്റമർ. അതെ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഞാൻ ചോദിച്ചത്, ഫസ്റ്റ് എടുത്ത് പോയ സെയിം ആ ഒരു ഫീല് തന്നെയാണോ ഇപ്പോഴും ഷോപ്പിനെ പറ്റിയേ ചോദിക്കുന്നത്? ഇപ്പം ആദ്യത്തെ പോലെ തന്നെ നമുക്ക് വന്നാല് നല്ല വേറെ വേറെ കളക്ഷനും കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും ഒരേപോലത്തെ ആയിരിക്കില്ല, വേറെ വേറെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോ വന്നാലും ട്രെൻഡ് ഉണ്ട്. ഷോപ്പ് മാത്രം ഒന്നുള്ളൂ, മാറ്റമുണ്ട്. തൃപ്തിയാണ്. നടക്കട്ടെ. അപ്പൊ ലെവൻഡർ ഷെയ്ഡാ പിടിച്ചു വെച്ചത് എവിടെയാണെന്ന് കാണിച്ചത്? ഏതാണ് ചോയ്സ് ചെയ്തത്? ഇതാണ് പിടിച്ചു വെച്ചത്. എന്റെ കാലിന് വയ്യേ? എവിടെ വീണ്? വീട്ടിലിത് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടാ വന്നിരിക്കണേ. ഫ്രോക്കാണോ എടുക്കാൻ വന്ന? ഓക്കെ, അപ്പൊ നടക്കട്ടെ. ഞങ്ങളൊരു 2-3 കളക്ഷൻസ് കൂടി ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. ഇത് നോക്ക്, കോട്ടണില് സെയിം കളർ എംബ്രോയിഡറി. കോട്ടണില് കേട്ടോ. ഇത് ഫുൾ പ്രിന്റോട് കൂടിയിട്ട് അതേ സെയിമിൽ തന്നെ നമുക്ക് മൽമൽ കോട്ടന്റെ ദുപ്പട്ട. ഇത് ഫുൾ പ്രിന്റോട് കൂടിയിട്ടാണ്. അതിന്റെ പാൻറ്റിൽ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു പാൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി അടുത്ത വെറൈറ്റി നോക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് നൈറ്റീസ് കാണിക്കാം. ഇത് വേറൊരു ക്ലോത്താ, അതുകൊണ്ടാണ് കാണിച്ചത്. വേറൊരു ക്ലോത്ത് എന്ന് പറയുമ്പോൾ റേറ്റ് അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ക്ലോത്ത്. സിൽക്കാണോ വെച്ചാൽ അല്ല, സിൽക്കും അല്ല, എന്നല്ല ചെറിയ ലൈനിങ്ങും പോയിട്ടുണ്ട്. അന്ന് പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടേ, വേറെ വർക്കൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ റേറ്റ് ഇതിന്റെ ഒന്ന് റേറ്റ് 990. ആ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ 1000 ഉള്ളിൽ വരാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ഇനി കസ്റ്റമറിന്റെ ബിസിയാണ്, അപ്പൊ നമുക്ക് കുറച്ച് നൈറ്റീസ് കാണിക്കാം. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ പ്രത്യേകം ഒന്നേ പറയാനുള്ളൂ, സ്മോൾ മുതൽ 7XL വരെ. അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഷോപ്പിലത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. പിന്നെ റേറ്റും അഫോർഡബിൾ ആണ്. ഇനിയിപ്പോ 7XL ആണ് ഇഷ്ടപ്പെട്ടത് ആള്, 4XL ഉള്ളെങ്കിൽ നമ്മളത് 4Xലേക്ക് ആക്കി കൊടുക്കും. ഓൾട്ടർ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാ ടെൻഷൻ? അപ്പൊ ഇനി നൈറ്റീസ് ഞാൻ വരുമ്പോഴേക്കും ഇവിടെ എത്തിയാ. ഇതാണ് രണ്ടാമത്തെ ഒരു ഷോപ്പ്. ഇതാണ് ഇവിടെയുള്ള ഐറ്റംസ് മൊത്തം അല്ലേ. നൈറ്റി, അതുപോലെ തന്നെ 2 പീസിന്റെ കാപ്രി മോഡല് ഇവിടെയും ഉണ്ട്. നൈറ്റീസ് ഒക്കെ കുട്ടികളിലും വെക്കുന്നുണ്ടോ? 3 years വരെ ബോയ്സും അങ്ങനെയാണ് ഈ ഒരു ചെറിയ കുട്ടി വന്നിട്ടുള്ളത് അല്ലെ, ആൺകുട്ടി. അടിപൊളി. അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് 3 years വരേക്ക് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ പെൺകുട്ടികൾക്കുള്ളതും ഉണ്ട്. 3 years വരേക്കുള്ള പെൺകുട്ടികളുടെ കളക്ഷൻസ് കിട്ടും. പക്ഷെ നൈറ്റി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. കണ്ട് നൈറ്റി ആദ്യം കാണിച്ചതായോ. നൈറ്റിയുടെ വെറൈറ്റീസ് ഒന്ന് കണ്ടു നോക്കിയാലോ. എന്താണ് നൈറ്റി? നമുക്ക് ഇൻസ്റ്റയില് ജെസിക്ക, അങ്ങനെ ഇപ്പൊ കോമൺ ആയിട്ടുള്ള എല്ലാ മുന്തിയ സാധനമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. നൈറ്റിയുടെ ചുടിദാർ കട്ടില് നമ്മുടെ പണി തുടങ്ങി പിന്നിൽ പിടിച്ച് നിൽക്കല്. നൈറ്റിയും എല്ലാവരും എന്താ പറയാ വളരെ നല്ല ഷേപ്പായിട്ട് യൂസ് ചെയ്യുകയാണ് കൂടുതൽ ആൾക്കാർ. അപ്പം അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ ഈ കാണുന്നത് ഫുള്ള് ഈ ഇരിക്കണത് എന്താ? ഇത് എല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 200 rupees മുതലുള്ള സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് കുർത്തിയില് നമ്മളത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അടുത്ത നൈറ്റ് എടുത്തോ. നൈറ്റികളുടെ വെറൈറ്റീസ്. ഇത് നൈറ്റ് ഫ്രോക്ക് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള
നൈറ്റ് ഫ്രോക്ക് ഇപ്പൊ എല്ലാവർക്കും നീളം വേണ്ട, നീളം കുറവുള്ളത് മതി. ഇപ്പൊ നൈറ്റ് ഫ്രോക്ക് ആണ്. അതായത് നൈറ്റിയുടെ ലുക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടല്ലോ. അപ്പൊ റേറ്റ് ഒക്കെ എത്ര വരും ഏകദേശം? ഇതൊക്കെ 299 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഈ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട്. അല്ലാണ്ട് നൈറ്റിയിൽ എത്ര വരുന്നത്? നൈറ്റി 190 മുതൽ 1000 വരെ. നൈറ്റിയിൽ തന്നെയാ 190ക്ക് കൊടുക്കും, അത് മുതൽ 1000 വരെ. 1000 വരെ എന്ന് പറയുമ്പോ ഏറ്റവും ടോപ്പായി. അപ്പൊ അത് 5 വർഷം 10 വർഷം ആയാലും കീറില്ല, ഒരിക്കലും കീറില്ല. വാഷിംഗ് മെഷീനിലിട്ട് അടിക്കാം. ഓക്കെ, ഇതൊരു വേറെ ഫ്രോക്ക് ടൈപ്പ്, കളർഫുൾ. ഇതൊക്കെ അല്ല ഫ്രോക്ക് അല്ല, ഇത് നീളത്തില് ടൈപ്പ് ആയിട്ടല്ല. അല്ല, സ്ലീവും സിമ്പിൾ ആണ്. 350. ഇത് 350. നൈറ്റി ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, യൂണിറ്റിൽ പ്രൊഡക്ഷൻ ചെയ്യണം. ഓക്കെ, അതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എൻ സ്റ്റൈലിന്റെ ഒക്കെ നൈറ്റീസ് ഉണ്ട്. എൻ സ്റ്റൈലിന്റെ നൈറ്റി അവിടെ എൻ സ്റ്റൈലിന്റെ നൈറ്റി ഇത് അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്. ബാട്ടിക്കിന്റെ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ നൈറ്റി. അപ്പൊ ഇതിന്റെ ഒക്കെ നൈറ്റി ആണ്. എൻ സ്റ്റൈൽ 360 ഉണ്ട്, 350, 399 ആ ഒരു റേഞ്ച്. അല്ല, പിന്നെ ബ്രാൻഡ് ആണല്ലോ. അതെ, ബ്രാൻഡ് ആണ്. വലുത് വേണോ ചെറുത് വേണോ, പോക്കറ്റ് ഉള്ളത് വേണോ, ചുടിദാർ കട്ട് വേണോ, ഏത് മോഡൽ വേണമെങ്കിലും നൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ 360, 380 ആ ഒരു റേഞ്ച്. പിന്നെ നമുക്ക് ഏറ്റവും നോർമൽ ചിലർക്ക് ഈ എലാസ്റ്റിക് ടൈപ്പിനോട് ഭയങ്കര താല്പര്യമുള്ളതാണ്. കുറച്ച് ചെറിയ സൈസ് വരും. അപ്പൊ നല്ല സൈസ് വരും, നല്ല ഷേപ്പിൽ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും. ഈ ഒരു എലാസ്റ്റിക് ടൈപ്പ് എനിക്ക് ഇഷ്ടമാട്ടോ. മുഴുവൻ അങ്ങനെ എലാസ്റ്റിക് ടൈപ്പ് ആണ് ഈ ഒരു സെക്ഷൻ. ഇതുണ്ടോ എലാസ്റ്റിക് ടൈപ്പിലൊക്കെ ഈ ഒരു ഡോട്ട് ക്ലോത്ത് ഞാൻ എത്ര കൊണ്ടുവച്ചാലും തികയില്ല, പെട്ടെന്ന് സെയിലാവും. പിന്നെ മെറ്റീരിയലും നല്ലതാണ് ബ്രാൻഡിന്റെ. ഇത് ചില ഇടയ്ക്ക് ഇങ്ങനെ 2 ഭാഗം വേണമെന്ന് പറയുന്നവരുണ്ട്. ഇനി 2 ഭാഗം വേണ്ടെന്ന് പറയുന്നവരുണ്ട്. വേണ്ടെങ്കിൽ ഇതെടുക്കാം, വേണമെങ്കിൽ ഇതെടുക്കാം, അങ്ങനെ ആ രീതിയിൽ ചെയ്തിരിക്കണത് അല്ലേ? അതെ. ഓക്കെ, നൈറ്റീസിന്റെ വെറൈറ്റീസ് നോക്കിയേ. ഇതൊക്കെ യൂണിറ്റിൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ. ഇപ്പോഴത്തെ ഫ്രോക്ക് മോഡലാണ് ഇത് വരുന്നത്. റേറ്റ് ഒക്കെ 360, 299 തൊട്ട് 299. 299. പിന്നെ ഇത് ഈ ഒരു ക്ലോത്ത് കണ്ടോ, ഇത് നമ്മളിപ്പം ഇന്നലെ പുതിയതായിട്ടൊന്ന് ചെയ്ത് തീർക്കുക. അതായത് ചിലർക്ക് സിമ്പിൾ മതി, ആ പീസ് വർക്കുകളൊന്നും വേണ്ട. അപ്പൊ നമ്മള് റെഡിമെയ്ഡ് ചെയ്യുമ്പോൾ അധികം ഒരു എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഫിറ്റിംഗ് ഉണ്ട്. അപ്പൊ അതില്ലാതെ സിമ്പിൾ ആയിട്ട് ക്ലോത്ത് ഭയങ്കര സുഖമാണ്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഭയങ്കര റയോണ്ടയില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. മെഷീനിൽ ഇട്ടാലും ഒന്നും പോവാനും ഇല്ലല്ലോ. ഇത് എൻസ്റ്റൈലിന്റെ തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ട് കേട്ടോ, ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ടുള്ള. അത് ഫ്രണ്ടിലും ഫ്ലീറ്റ് വരുന്നുണ്ട്, അതുപോലെ ബാക്കിലും വരുന്നുണ്ട് ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ട്. മാൻസി കട്ട് ഉണ്ട്, ചുടിദാർ കട്ട് ഉണ്ട്, ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്, കോട്ടൺ, റയോൺ, പാച്ച് വർക്ക് ഉള്ളത്, വർക്ക് ഇല്ലാത്തത്. ഇത് നൈറ്റിയിൽ ഫുൾ പാച്ച് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ. എടുത്തു. ഇതാണ് ഇവിടുത്തെ നമ്മുടെ നൈറ്റിയുടെ ആള് അല്ലേ, മെയിൻ ആള്. ഇത് മാൻസി കട്ട്. ഇപ്പുറത്തേക്ക് നിക്ക്. ഇത് മാൻസി കട്ടിൽ വരുന്നത് കേട്ടോ. എനിക്ക് ഈ മോഡലാണ് കൂടുതൽ ഇഷ്ടം. ഫ്രണ്ട് നല്ല ഷേപ്പിൽ. നമ്മള് നൈറ്റിയുടെ ചാർജ് ഏറ്റെടുത്ത ശേഷമാണ് നമുക്ക് ഒരു ദിവസം ഒരു മിനിമം ഒരു 50 നൈറ്റിയെങ്കിലും പോവാൻ തുടങ്ങി. ശരി, നൈറ്റിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, അതാണ് വേഗം രംഗത്തേക്ക് ഇറങ്ങി. കഫ്താൻ മോഡൽ. അതെ, ഇതേത് മോഡലാ? എടുക്ക്. ഇതും കഫ്താൻ തന്നെ. കഫ്താനില് എന്താ പറയാ, ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ചാ അത് അവിടെ ഷേപ്പില് കിടന്നോളൂ. ഇവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും. സിസ്റ്റർമാരൊക്കെ വന്നിട്ട് വലിച്ചു വരിയൊക്കെ ഇട്ടുണ്ട്. ഇതൊക്കെ നോക്കിട്ട് സിസ്റ്റർമാരൊക്കെ ഇതുപോലൊക്കെ ഇടൂലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അവര് ഗിഫ്റ്റ് കൊടുക്കണം. അവര് ഇങ്ങനെ അവര് വളർത്തുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവര് പഠിപ്പിക്കണ. വന്ന കസ്റ്റമർ വേറെ ആരും അല്ല, 2 സിസ്റ്റർമാരാണ് മടത്തിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നത്. ഇങ്ങനെ വരുന്നത് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നൈറ്റീസ് ആയി. ഇനി ഷോളുകളുടെ ഇത് നമ്മൾ ഇന്നലെ ചെയ്തൊരു നൈറ്റി. ഇതൊന്നും എന്തായാലും ഇത് ഇപ്പൊ ചുരിദാറിലൊക്കെ വീണൊക്കെ അല്ലേ, നൈറ്റിയിലൊന്ന് ചെയ്തു നോക്കിയതാണ്. അതെ, വീണൊക്കെ. ഇത് ബാട്ടിക്കിന്റെ പ്രിന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ, വീനക്കോട് കൂടിയിട്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് അപ്പൊ ഏകദേശം 350. കുഴപ്പമില്ല, കാരണം മെറ്റീരിയൽ വൈസ് നല്ല തൊണ്ട ഇത്തിരി അടഞ്ഞിരിക്കാണ്. സോറി. എന്തായാലും മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. ഇത് എനിക്ക് ഓവറോൾ ഇഷ്ടമായിട്ടാ. പിന്നെ റീറ്റെയിൽ കിട്ടുന്ന പറയുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇനി ദുപ്പട്ടാസ് ഒന്ന് കാണിച്ചാലോ? ദുപ്പട്ടാസ് ഏത് മോഡൽ വേണോ? ഫുൾ ലെങ്ത് ഉള്ളത്, ക്രഷ് ടൈപ്പ് ആയിട്ടുള്ളത്. ഓരോന്നോരോന്ന് ഇട്ടോ. ഹക്കോബയില് ഇതൊക്കെ ദുപ്പട്ടയുടെ റേറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് എത്ര വരും? ഇവിടെ നമുക്ക് 90 റുപ്പീസ് തൊട്ട് ദുപ്പട്ടയുണ്ട്. റേറ്റ് പല പല റേറ്റ് പറയുന്നില്ല. ഇതൊന്നും നോക്കിക്കേ, മോഡൽ പ്യുവർ മോഡലില്
അതും ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും മേടിക്കാൻ പറ്റും. ഇനി പാകിസ്ഥാനി വിത്ത് ഒറിജിനൽ മിററോട് കൂടിയിട്ട് അത് വേണമെങ്കിൽ അതും മേടിക്കാവുന്നതാണ്. സിംഗിൾ പീസായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ബാന്തിനി ടച്ചിൽ ജോർജറ്റിൻ്റെ ജോർജറ്റ് ഉണ്ട്, കോട്ടൺ ഉണ്ട്. ഇനി ഇത് സിൽക്കില് മിറർ വർക്കോട് കൂടിയിട്ട് ഇതാണ് വർക്ക്. ഇനി അടുത്തത് കോട്ടൺ ആണോ നെറ്റ് ആണോ ഒന്നും പറയാൻ പറ്റില്ല, രണ്ട് മിക്സിംഗ് ആണ്. എംബ്രോയിഡറി ഇത് നെറ്റ് കോട്ട ആ ഒരു മെറ്റീരിയൽ ഫുള്ള് ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് നെറ്റില് ഫുൾ വർക്കോട് കൂടിയിട്ട് എല്ലാ തരം ഷാളിലും കളേഴ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് സാമ്പിൾ ഓരോന്നോരോന്ന്. അജ്രക്കില് ദുപ്പട്ട സിംഗിൾ ദുപ്പട്ട വേണമെങ്കിൽ അതും മേടിക്കാവുന്നതാണ്. ഓ ഇതാ ഫുൾ വർക്കോട് കൂടി സിൽക്ക് മെറ്റീരിയലില് പ്രിന്റ് ആണ്. ഇനി വീവിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ ദുപ്പട്ട സ്റ്റാർട്ടിങ് റേറ്റ് ദുപ്പട്ട വെറും 90 റുപ്പീസ് സ്റ്റാർട്ടിങ് റേറ്റ് ആട്ടോ. എല്ലാത്തിന്റെയും റേറ്റ് നമുക്ക് എടുത്ത് പറയാം. 60 ആണ് സ്റ്റാർട്ടിങ് സ്റ്റോള്. അപ്പൊ 90 പോയി 60 ആയിട്ടോ. ഇത് ദുപ്പട്ടയല്ല, ആക്ച്വലി ഇത് ഷോൾ ആണ് കേട്ടോ വരുന്നത്. നമുക്ക് സ്കാർഫ്, അതെ സ്കാർഫ്. ഇത് സ്റ്റോള് 60 റുപ്പീസ് മുതൽ 90 റുപ്പീസ് വരെ ആ ഒരു സംഭവം സ്റ്റോള്. ഇതിന്റെ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് കളേഴ്സ്. ഇനി നമുക്ക് പിന്നെ ബോട്ടംസ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം തരം നമ്മൾ റാക്കിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാം. കൗണ്ടറിന്റെ അടിയിൽ അതിന്റെ പെൻസിൽ ഗോഡൌണിലുണ്ട്, അവിടെ തികയാതെ വീട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. ഏത് കളർ വേണമെങ്കിലും ചോദിച്ചാൽ മതി. അപ്പൊ പാന്റ് ഇത് നമ്മള് സിഗരറ്റ് പാന്റ് 390 സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ. പിന്നെ അപ്പം എല്ലാരും കുറച്ചും കൂടെ കുറയണമെന്ന് പറഞ്ഞപ്പോ നമ്മള് 290ക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. സൈസ് എക്സലും ഡബിൾ എക്സൽ. അപ്പൊ ഇനിയിപ്പോ ലാർജുകാർക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ വള്ളി പിടിച്ച ഒരു ഒറ്റ ഇങ്ങനെ ഒരു വള്ളി ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പൊ പാന്റിന്റെ ഒരു സെക്ഷനായി. ഇനി അടുത്ത ഇത് നമ്മളെ ആംഗിൾ ലെഗിൻ വേണ്ടെന്നുള്ളവർക്കുള്ള ആംഗിൾ ലെഗിൻ ജഗിൻ ലൈക്ര പാന്റ് അങ്ങനെ പാന്റിന്റെ പോക്കറ്റ് വേണം. കുറച്ചുകൂടെ കംഫർട്ട് പോക്കറ്റ് ആണെങ്കിൽ അത് അപ്പുറത്തുണ്ട്. പിന്നെ സ്ട്രൈറ്റ് പാന്റ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ടീച്ചേഴ്സിന് ഭയങ്കര സങ്കടമായിരുന്നു, മുക്കാ പാന്റ് ഇടാൻ പറ്റില്ല സ്കൂളിൽ എന്നൊക്കെ. അപ്പൊ ഫുൾ ലെങ്തില് ലൈക്ര. ഈ പാന്റുകളും നമുക്ക് ആംഗിളിലൊക്കെ അല്ല, അല്ലാതെ സിഗരറ്റ് പാന്റ് സ്ട്രൈറ്റ് പാന്റ് ഒക്കെ ലാർജ് മുതൽ 7XL വരെ ഉണ്ട്. ഇനിയിപ്പം നൈറ്റീസ് മാത്രം നമ്മൾ കാണിച്ചോളൂ. ഇത് നൈറ്റ് ഡ്രസ്സുകൾ, നൈറ്റ് ഡ്രസ്സും അവൈലബിൾ ആണ്. 2 പീസ് ഉണ്ട്, സെറ്റും ഉണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമർക്ക് എടുക്കാം. അതായത് സെറ്റ് ആയിട്ട് എടുക്കാം, സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ. അപ്പൊ ഇത് ടീഷർട്ട് വേണമെങ്കിൽ ചിലർക്ക് എന്താ വെച്ചാല് ടീഷർട്ട് ഇഷ്ടപ്പെടുമ്പോ അതിന്റെ പാന്റ് അപ്പൊ നമ്മള് സെപ്പറേറ്റ് സിംഗിൾ പീസസ് വെച്ചിട്ടുണ്ട്. ഇനി സെറ്റ് ആയിട്ട് തന്നെ പ്ലെയിനില് പ്രിന്റഡ് പാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഇപ്പൊ ചിലർക്ക് ലൈറ്റ് ഷെയ്ഡ് പാന്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ടീഷർട്ട് വേണമെങ്കിൽ ടീഷർട്ടും കിട്ടും. ബ്രാൻഡ് വൈസ് അടിപൊളിയാണല്ലോ, നല്ല ക്വാളിറ്റി പോരെ. ഇനി ഇതിലപ്പുറത്ത് എന്താ വേണ്ട? സെറ്റിന് 399 ആണല്ലോ. സെറ്റിന് അടിപൊളി. പുറത്തേക്ക് വേണമെങ്കിൽ ഇട്ട് നടക്കും ചെയ്യാം, നടക്കാം. അതുകൊണ്ട് എന്റെയൊക്കെ പ്രിന്റുകൾ നോക്കാം. നമ്മള് ചുരിദാർ എടുക്കണ പോലെ തന്നെയാണ് ഞാൻ ഇതും എടുക്കണേ. എപ്പോഴും പറഞ്ഞു കളിയാക്കണാണ്, അവരവരെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കണ പോലെയാണ് നൈറ്റ് ഡ്രസ് എടുക്കണേന്ന്. വെച്ച് നോക്കിയും കോമ്പിനേഷൻ നോക്കിയൊക്കെയാണ്. അതെ. ഇതില് ഫുൾ ലെങ്ത്തും വരുന്നുണ്ട്, കാപ്രി മോഡലും വരുന്നുണ്ട്. ഇതും ഇതേപോലെ 3XL വരെ ഉണ്ട് കേട്ടോ. സോറി 5XL വരെ ഉണ്ട്. 5XL നൈറ്റ് ഡ്രസ് ഇതൊക്കെ ഉണ്ടോ പാന്റൊക്കെ. എന്തായാലും എനിക്ക് ചേച്ചീനെ ഇഷ്ടപ്പെട്ടു. ചേച്ചിന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഞാനാണ് മൂത്തെന്ന് തോന്നുന്നുണ്ട് അല്ലേ? മിത്രാന്ന് വിളിച്ചോല്ലോ അല്ലെ? മിത്ര കുട്ടി വയസ്സ് നമുക്കിത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും പിന്നെ ഈ നാട്ടില് കൂടെ പഠിച്ച കുറെ പേരുണ്ട് എനിക്കിട്ട് പാര വെച്ച് വയസ്സ് പറഞ്ഞു നടക്കണേ. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഒന്നും പറയണ്ട, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇനി ഇത് ഷോർട്ട് കാപ്രി ഫുള്ള് ഇത് 3/4 അങ്ങനെ. ഇത് 3XL 4XL സൈസ് ഒക്കെ വരുന്നത് വലിയ സൈസ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതും സ്മോൾ മുതൽ 5XL വരെ വെച്ചിട്ടുണ്ട്. ഇനി കുട്ടികൾക്കുള്ള കളക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷെ കാണണമെങ്കിൽ ഡയറക്റ്റ് നമ്മള് ഇതിനെ ചിന്നു എന്നാണ് വിളിക്കണത്. അയ്യോ പേര് വരട്ടില്ല, എന്നെ വിളിച്ചില്ലല്ലോ. പേരുണ്ടെന്നെ കുട്ടിയുടെ പേരുണ്ടെന്നെ എന്നെ വിളിച്ചില്ലല്ലോ. പേരിനെ വിളിച്ചില്ല അല്ലേ? പിന്നെ 3 വയസ്സിന്റെ ബർത്ത്ഡേക്ക് വിളിക്കാം. നമുക്ക് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ കുട്ടികൾക്കുള്ളത് കിട്ടുന്നത്. ബാക്കി ലേഡീസിന്റെ ഐറ്റംസ് ആണ്, ജെന്റ്സിന്റെ ഐറ്റംസ് ഇല്ല. പിന്നെ ഇന്നർ വെയറും ഉണ്ട് കേട്ടോ, അതും കൂടി എടുത്ത് പറയാം. ഇന്നർ വെയറിന്റെ എന്ന് പറയുമ്പോൾ സ്പോർട്സ് വെയർ,
പാഡ് ഉള്ളത്, പാഡ് ഇല്ലാത്തത്. ഇതെനിക്കിപ്പോൾ 2 അത്യാവശ്യമാണ്. കാരണം ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ബാംഗ്ലൂർക്ക് പോകാവുന്ന ഡ്രസ്സ് കരുതിയിട്ടില്ല. 2 തന്നോളൂ കേട്ടോ. അത് വരെ ഓപ്പൺ ആയിട്ട് പറയേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ ചെറിയ ടീനേജ് സൈസ് തൊട്ട് വലിയവർക്കുള്ള സൈസ് വരെ ഉണ്ട്. ഇത് പാഡഡ് ആണ്. ഇതാ പാഡഡ് പാൻറ്റീസ്. അത് എലാസ്റ്റിക് ടൈപ്പ് ഉള്ളത്, എലാസ്റ്റിക് ഇല്ലാത്തത്, സ്പോർട്സ് ബ്ര വരെ വരുന്നുണ്ട്. നമുക്ക് ഇന്നർ വെയറിലൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ എത്ര വരും? ഇന്നർ വെയറിൽ സ്റ്റാർട്ടിങ് നമുക്ക് പാൻറ്റീസ് ഒക്കെ 40 rupees മുതലുണ്ട്. പല പല ബ്രാൻഡിന്റെ ഉണ്ട്. ഓക്കെ, ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഐഡൽ ഉണ്ട്, വി സ്റ്റാർ, ബ്ലോസം, അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൂടുതൽ ഇരിക്കുന്നത്. അല്ലാത്തതും ഉണ്ട് കേട്ടോ, നോർമൽ ആയിട്ട്. ഷിമ്മി. ഷിമ്മി നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഷിമ്മി, പക്ഷെ സ്പെഗറ്റി എന്നാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ പറയാം. നമുക്ക് ഷിമ്മി എന്ന് പറഞ്ഞാൽ മതി അല്ലേ, നമ്മുടെ സ്റ്റാൻഡേർഡ്. അതെ, ഷിമ്മി. അത് ഹാഫ് ഉണ്ട്, ഫുൾ ഉണ്ട്, 3/4 ലെങ്ത് ഉണ്ട്, ബനിയൻ സ്റ്റഫിലുണ്ട്, കോട്ടണിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് പിന്നെ ഒരു കോമഡി കൂടെ പറയാം. ഇതൊരു ചെരുപ്പ് കടയൊന്നുമല്ല, പക്ഷെ ഇവിടെ വരുമ്പോ അഥവാ ചെരുപ്പ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ എന്റെ ചെരുപ്പ് അത്ര കൊണമില്ല, ഭംഗിയില്ല എന്ന് തോന്നുവാണെങ്കിൽ അത്യാവശ്യം കസ്റ്റമർക്ക് ഇവിടെ വന്നപ്പോ അയ്യോ ഈ ഡ്രസ് ഇട്ട് ഞാൻ ഫംഗ്ഷന് പോകുന്നു, പക്ഷെ എന്റെ ചെരുപ്പ് ഭംഗിയിലാണ്. ശരി, പിറ്റേ ദിവസം ഞാൻ ചെരുപ്പ് വെച്ചു. ചെരുപ്പിന്റെ 190 to 250. 190 ചെരുപ്പിനാ? 4 ദിവസം ഇട്ടിട്ട് പൊട്ടിയാലെന്താ? അതെ, ഇതിൽ കാണുന്നുണ്ടല്ലോ. ഇതാ ഇത് 350, ഇത് 190. ഇതാ 190. എടുക്ക്, അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ മോശമായി പോയില്ലേ. 190 ചെരുപ്പ്. ഇതാ 2 കാലും ഭയങ്കര സുഖമാണ് യൂസ് ചെയ്യാൻ. പോയ വഴിക്ക് പൊട്ടിപ്പോയാലും എന്താ കാണിക്കാം. അടുത്തത് പോരെ. പിന്നെ നോർമല് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയത് വീട്ടിലിടുമ്പോ ഇതിനൊക്കെ കണ്ണട 190. 190 ചെരുപ്പ്. അപ്പൊ 190 തൊട്ടാണ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ചെരുപ്പുകളുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ അതും മേടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഇനി അപ്പുറത്ത് ഒരെണ്ണം ഒന്ന് കാണിച്ചിട്ട് പോവാൻ. സ്റ്റാഫിന്റെ ഒരു ആത്മാർത്ഥത വേണ്ട. കുഞ്ഞു കുട്ടിയുടെ ഒരു ഫ്രോക്ക് കിട്ടാ. സ്റ്റാഫിന്റെ ഒരു ആത്മാർത്ഥതയാണ്. ഞാനാണ് സാധനം ഇറക്കി കൊടുക്കണേല് ഇത് അവളെ കടയാണ്. മനസ്സിലായോ? മെന്റലി ഫിസിക്കലി അങ്ങനെ വിചാരിക്കരുത്. മനസ്സുകൊണ്ട് അവളെ കടയാണ്. അപ്പൊ അവളത് വേഗം എല്ലാം കാണിച്ചു തന്നുണ്ട്. ഇത് നോക്കേ, ഇത് കോട്ട് സെറ്റ് പോലെ 2 പീസിന്റെ. ഇത് കണ്ട അപ്പൊ ഒരു പെങ്കൊച്ചിനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചവരായിട്ട് ആരുമില്ല. അപ്പൊ എന്തായാലും 3 വയസ്സ് വരേക്കുള്ളതുള്ളൂ. അപ്പൊ ആൺകുട്ടികൾക്കുള്ളതുകൊണ്ട് ഇനി നമുക്ക് ലൊക്കേഷൻ അപ്പുറത്ത് പോയി പറഞ്ഞല്ലോ. അവൻ അപ്പുറത്തെ കടയിൽ പോയി പറയാം. അവിടെയും കുറച്ച് സ്റ്റാഫ്സ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോരെ, കമൺ ഫോളോ മീ. കസ്റ്റമേഴ്സ് ഒക്കെ പോയി തിരക്കൊക്കെ ഒഴിഞ്ഞത് പൊരിഞ്ഞ മടക്കിലാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ്മാര്. ഒക്കെ ഒരു ഹായ് പറഞ്ഞു. എന്തായാലും പ്രത്യേകിച്ച് അങ്ങോരെ നന്നായിട്ട് എടുത്തോളൂ കേട്ടോ. അതെന്റെ 6 വർഷമായ സ്റ്റാഫാണ് കേട്ടോ. അപ്പൊ ഒന്ന് പ്രത്യേകിച്ച് എടുത്തോളൂ. ബാക്കി എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞോ. വീട്ടിലെല്ലാരും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ, മറക്കണ്ട ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ലൊക്കേഷൻ പറയാം. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കേരളത്തിലെ വയനാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. അവിടെ മാനന്തവാടി ബസ് സ്റ്റാൻഡിനോട് തൊട്ടടുത്ത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ്. ഇപ്പോൾ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് തന്നെ 8 വർഷമായി. അപ്പം ഇതുവരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണ്. പിന്നെയും എല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോണം. ഇപ്പൊ ഡിജിറ്റൽ യുഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി അല്ലാണ്ടാണ് ഇവർ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മിത്ര ഡിസൈനർ ബുട്ടിക് എന്ന് പറഞ്ഞാൽ ലേഡീസിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. കുർത്തീസ്, 2 പീസ്, 3 പീസ്, ബുട്ടിക് ആയിട്ടുള്ള കളക്ഷൻസ്, വെസ്റ്റേൺ വെയർസ്, നൈറ്റീസ്, ബോട്ടം വെയർസ്, ഷോൾസ്, പിന്നെ കുഞ്ഞു കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികളായാലും 3 years വരെ. ഇനിയിപ്പോൾ വന്ന് തുടങ്ങും. ഇനി കുറച്ചുകൂടി കൂടുതൽ ഏജിലുള്ള വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ബിസി ആയിരിക്കും അവിടുന്ന് അങ്ങോട്ട്. ഓൾറെഡി ബിസി ആണ് കേട്ടോ. അവർ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്ക്രീനിൽ നമ്പർ കൊടുക്കേണ്ട. ആ നമ്പർ വഴിക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. വീഡിയോ കോൾ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് ഒരു വെബ്സൈറ്റും കൂടി ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. അപ്പോൾ ബെസ്റ്റ് വിഷസ്. ഇനി വെബ്സൈറ്റ് ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ആക്കിയിട്ട് അപ്പൊ ഇനി ചിലപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് കളക്ഷൻസ് ഒക്കെ ഓർഡർ ചെയ്യുന്നതായിരിക്കും. കാരണം കളക്ഷൻസ് ചെയ്യിപ്പിക്കും. ഞങ്ങൾ കൺഫ്യൂഷൻ ആക്കി കളയും. കൺഫ്യൂഷൻ ആക്കി വിചാരിക്കും ഇത് ചെയ്യാം, നേരം വെളുക്കുമ്പോൾ അടുത്ത് ചെയ്യാം. അത്രയും കളക്ഷൻസ് ഇപ്പൊ തന്നെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പൊ ആർക്കൊക്കെ എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ഈ ഒരു ഡ്രസ്സിന്റെ റേഞ്ച് ഒക്കെ ഏകദേശം ഇത് 2500. ഇതിന് ഷാളും ഉണ്ട്. ഇത് വിത്ത് ദുപ്പട്ട പ്യുവർ മോഡലിലാണ് വരുന്നത്. സ്ട്രൈറ്റ് കുർത്തിയില് പ്യുവർ ആണ് കേട്ടോ. ഇത് ലാർജ് സൈസ് ആണ് ഞാൻ വരച്ചത്.
ഒരു ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള കളക്ഷൻസ് ഉണ്ട്. ഇനി സിംഗിൾ കുർത്തി വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ. ഇതിന്റെ റേറ്റ് ഏകദേശം സെയിം റേറ്റ്. ഞങ്ങളൊക്കെ ആ റേഞ്ചിന്റെ ഇടുള്ളൂ ഞങ്ങൾ പറഞ്ഞു. ടോപ്പ് മാത്രല്ല കേട്ടോ, ഫുൾ സെറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ബിസി സൗകര്യം ഇതേപോലെ നല്ല നല്ല കളക്ഷൻസ് റേഞ്ച് കുറഞ്ഞത്. ഇങ്ങനത്തെ പാൻറ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കോമൺ ആയിട്ട് ഇതുണ്ടല്ലേ. അങ്ങനത്തെ പാൻസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് സ്റ്റാർട്ടിങ് 200 രൂപ മുതൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. നമുക്ക് അടിച്ചു പൊളിക്കാം. ഒന്ന് കറങ്ങിയാലോ? എങ്ങനെയാ കറങ്ങണ്ടേ?